എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ KM അജീർകുട്ടി ആണ്. അപ്പോ അദ്ദേഹത്തെ പലർക്കും അറിയാം, ഇടവ വർക്കല ഭാഗത്തുള്ള പലർക്കും അദ്ദേഹത്തെ അറിയാം. പക്ഷേ ഈ തലമുറയിൽപ്പെട്ട പുതു തലമുറയിൽപ്പെട്ട പലർക്കും ആ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ മഹത് വ്യക്തിത്വങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പലപ്പോഴും പല സ്ഥലത്തും ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന പല സ്ഥലത്തുനിന്ന് പോലും ഈ നമ്മുടെ വീഡിയോസിനെ പറ്റി ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനല്ല. സാധാരണക്കാരനായി വഴിയിലൂടെ നടന്നു പോകുന്നത് പലരും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 40 വർഷത്തിലധികമായി കവിയായും എഴുത്തുകാരനായും പ്രഭാഷകനായും, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും റേഡിയോയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവർത്തകനായും ഒക്കെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീ KM അജീർകുട്ടി. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പോൾ പല പ്രാവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തു, പക്ഷെ ഇന്നാണ് ഞങ്ങൾ തമ്മിൽ ഒന്ന് ഇരിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോ ഞാൻ പറഞ്ഞ വ്യക്തിത്വം ഇതാണ്. ഇദ്ദേഹം എൻ്റെ ഒരു അടുത്തൊരു ബന്ധു കൂടിയാണ്, ജ്യേഷ്ഠൻ തന്നെയാണ്. അപ്പോ നമ്മള് ഏറെ സ്നേഹത്തോടു കൂടി അജീർകുട്ടിക്കായ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. സ്വാഗതം. അപ്പൊ ഈ ഒരു മേഖലയിൽ, അതായത് കവി, എഴുത്തുകാരൻ, പ്രഭാഷകൻ, പിന്നെ വിവർത്തകൻ, ഈ ഒരുപാട് മേഖലകളിൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും മേഖലയുണ്ടോ? ഒരുപാട് മേഖല ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വിട്ടുപോയിട്ടുള്ള ഏത് മേഖലയാണുള്ളത്? മേഖല വേറെ ചിലതൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ എഡിറ്റിങ്, കമ്പൈലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു സംഗതി, ഞാൻ അത്യാവശ്യം വെള്ളിയാഴ്ചകളിൽ ചില പള്ളിയിൽ ചിലപ്പോൾ ഖുതുബയൊക്കെ നിർവഹിച്ച് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാറുണ്ട്. പലർക്കും അത് അറിയില്ല. അതായത് ഈ ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളത് അതിൻ്റെ അനുഷ്ഠാന രംഗവും വിശ്വാസപരമായ കാര്യമൊക്കെ പറയുമ്പോൾ ഇസ്ലാമിൻ്റെ 2 പ്രമാണങ്ങളാണ് ഉള്ളത്. അത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം അനുഷ്ഠിക്കണം, ഇസ്ലാം ആചരിക്കണം, ഇസ്ലാമിൻ്റെ മുഖം നമ്മളെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം എന്നൊക്കെ നിഷ്ഠയുള്ള ചില വിഭാഗങ്ങൾ ഇന്ന് ലോകത്ത് പലയിടത്തും ഉണ്ട്. അത് ഇപ്പം ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് എന്നൊക്കെയുള്ള പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നതെങ്കിലും ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലും അംഗത്വം എടുക്കുകയോ അതിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ അത്തരം പ്രസ്ഥാനങ്ങളുമായിട്ട് അവയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരുമായി എനിക്ക് പല നിലകളിൽ ബന്ധം സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, അടുപ്പമുണ്ട്. അങ്ങനെ ഇങ്ങനെ ഖുതുബയ്ക്ക് തയ്യാറാണോ എന്ന് അവരന്വേഷിക്കുകയും ഒരു നിമിഷം ഞാനതിന് തയ്യാറാകുകയും അതിനെ തുടർന്ന് ഇവിടെ പരവൂരും കൊട്ടിയത്തും പിന്നെ കോരാണിക്കടുത്ത് കാരിക്കുഴി എന്ന് പറയും, കാരിക്കുഴി, കണിയാപുരം, വള്ളക്കടവ്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലാണ് ആരംഭിക്കുന്നത്. ഞാൻ ജോലി ചെയ്തിരുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തുള്ള ഒരു പള്ളിയിലാണ് ഇത് ആരംഭിക്കുന്നത്. അങ്ങനെ പല പള്ളികളിലും പലപ്പോഴായിട്ട് ഞാനിങ്ങനെ ഈ വെള്ളിയാഴ്ചകളിലെ ഖുതുബ നിർവഹിക്കുകയും നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു തൊഴിലായിട്ട് എന്ന നിലയ്ക്കല്ല, പലപ്പോഴും ആ പള്ളികളിൽ ഇങ്ങനെ ഒരു അത്യാവശ്യം വരുമ്പോൾ അവരെന്നെ ബന്ധപ്പെടുകയും അങ്ങനെ ഞാൻ പോവുകയും അത് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇങ്ങനെ പല രംഗങ്ങളിലും ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പല നിലകളിലും ഞാനിങ്ങനെ
എന്നെ ബന്ധപ്പെടുന്നവരുടെ പല പ്രശ്നങ്ങളിലും, പ്രത്യേകിച്ചും സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലുമൊക്കെ കറസ്പോണ്ടൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് എൻ്റെ ചില സംഭാവനകൾ നൽകാറുണ്ട്. ഏതാണ്ട് 40 വർഷത്തോളമായി ഈ മേഖലയിലുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോ ഈ എഴുത്ത് എന്നൊരു മേഖലയിലേക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വന്ന മേഖല അതാണെന്ന് വിശ്വസിക്കുന്നു, സ്കൂൾ കാലത്തിലല്ലേ? അതെ. അപ്പോ ഈ സ്കൂൾ കാലഘട്ടത്തിൽ ഈ എഴുത്തിലേക്ക് വരാനുള്ള ആ ഒരു മോട്ടീവ് എന്താണ്? എനിക്ക് തോന്നുന്നു ഈ എഴുത്ത് ആ കാലത്ത് പ്രത്യേകിച്ചും ഒരു എഴുത്തുകാരനാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേയധികം പ്രശസ്തി കൊണ്ടുവരുന്ന ഒരു, സമൂഹത്തിൽ കുറച്ച് മാന്യമായ സ്ഥാനവും ഒരു ആദരവും ഒക്കെ നേടിത്തരുന്ന ഒരു രംഗമാണ് ഈ എഴുത്ത്, അല്ലെങ്കിൽ എഴുത്തുകാരനാകുക എന്ന ഒരു കാര്യം. അന്ന് പലരിലും, ഞാൻ പഠിക്കുന്ന കാലത്ത് പലരിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അത് അങ്ങനെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി പ്രസിദ്ധപ്പെടുത്തുക എന്നൊരാഗ്രഹം മനസ്സിനകത്ത് എപ്പോഴോ അങ്ങനെ ഉണ്ടായി. പക്ഷെ ഇത് നമ്മളൊരു എഴുത്തുകാരനാകുക എന്ന് പറയുന്ന ആഗ്രഹം മാത്രം പോരാ. അതെങ്ങനെ എഴുതി പെട്ടെന്ന് എഴുത്തുകാരനാകുക എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നൊരു തിരിച്ചറിവ് പിന്നീടാണ് ഉണ്ടാകുന്നത്. ഒന്നാമതായിട്ട് എഴുത്തുകാരനാകുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ എഴുത്തുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർഗാത്മക സാഹിത്യം, അതായത് കഥ, കവിത, നാടകം, നോവൽ, ലേഖനം, ഇതൊക്കെ സർഗാത്മക സാഹിത്യം തന്നെയാണ്. അപ്പോൾ സാഹിത്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണെങ്കിലും ഇതൊക്കെ സർഗാത്മക സാഹിത്യം എന്ന് പൊതുവിൽ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഒരാൾ ചുമ്മാ ഇരുന്ന് അങ്ങ് നിഷ്പ്രയാസം എഴുതിക്കളയുന്നതാണ് എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് വലിയൊരു അബദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഭാവനയും വായനയിൽ നിന്നുള്ള അറിവും അനുഭവങ്ങളും ഒക്കെ ചേർത്ത് അദ്ദേഹം മെനഞ്ഞെടുക്കുന്നതാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ. അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനവും വലിയൊരു അർപ്പണ മനോഭാവവും ഉണ്ട്. അപ്പോൾ അതില്ലാതെ ഒരിക്കലും നമുക്കൊരു എഴുത്തിലേക്ക് അല്ലെങ്കിൽ എഴുത്തുകാരനിലേക്ക് വരാൻ പറ്റില്ല. കുട്ടിക്കാലത്ത് ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലങ്ങനെ തോന്നുമെങ്കിലും, അതായത് ഒരു എഴുത്തുകാരനാകാം, പ്രശസ്തി നേടാം, പലരുടെയും അഭിനന്ദനങ്ങൾ വാങ്ങിക്കാം എന്നൊക്കെ തോന്നുമെങ്കിലും ആ തോന്നൽ സാക്ഷാത്കരിക്കുക, അത് സഫലമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല എന്ന് പിന്നെ നമ്മൾ തിരിച്ചറിയും. എന്നാലും ഞാൻ ഈ ഒരു ആഗ്രഹം മനസ്സിനകത്ത് കൊണ്ടു നടന്നിരുന്നു. പക്ഷെ അപ്പോൾ വിചിത്രമായൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന പലരും എന്നേക്കാൾ നന്നായിട്ട് പുസ്തകം വായിക്കുന്നവരുണ്ടായിരുന്നു. ഒരാളുടെ ഞാൻ ഓർക്കുന്നത് കിഴക്കതിൽ അബ്ദുൽ ലത്തീഫ്. അവൻ വളരെ ഭംഗിയായിട്ട് വായിക്കുന്ന ഒരു ആളായിരുന്നു. പക്ഷെ ക്ലാസ്സിലും പരീക്ഷകളിലും ഒരു പക്ഷേ അത്ര മിടുക്ക് കാണിച്ചിട്ടില്ല. എന്നാൽ പോലും വായനയിലും അതീവ തൽപരനും ലൈബ്രറിയിൽ നിന്നും മറ്റുമൊക്കെ പുസ്തകങ്ങളെടുത്ത് എസ്.കെ. പൊറ്റക്കാടിൻ്റെയും ഈ എം മുകുന്ദൻ്റെയും കാക്കനാടൻ്റെയും ഒക്കെ നോവലുകൾ വായിക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും, ഞാൻ ഓർക്കുന്നത് മലയാള നാടിൽ അന്ന് വളരെ പോപ്പുലറായിട്ട് സീരിയലൈസ് ചെയ്തിരുന്ന എം കൃഷ്ണൻ നായരുടെ സാഹിത്യവാരഫലം തന്നെ ഈ ലത്തീഫ് വളരെ താല്പര്യത്തോടെ വായിക്കുകയും അതിൻ്റെ വിവരങ്ങളൊക്കെ എന്നോട് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അപ്പോഴും ഞാൻ ഒരു എഴുത്തുകാരനാകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യപ്പെടണം എന്നൊക്കെ ഉള്ളൊരു മോഹമായിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെ പോലെ പോലും ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എറണാകുളം കൊച്ചി ആ ഭാഗത്തു നിന്നാണ് ചിത്രകാർത്തിക എന്ന് പറയുന്നൊരു മാസിക ആ കാലത്ത്, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അത് വളരെയധികം ചിലവുള്ളൊരു മാസികയായിരുന്നു ചിത്രകാർത്തിക. അതിൻ്റെ ചീഫ് എഡിറ്റർ വൈക്കം ചന്ദ്രശേഖരൻ നായരും എഡിറ്റർ KT മുഹമ്മദ്, ഇവർ രണ്ടുപേരും അറിയപ്പെടുന്ന നമ്മുടെ മലയാളത്തിലെ വലിയ രണ്ട് സാഹിത്യകാരന്മാരാണ്. പ്രത്യേകിച്ചും KT മുഹമ്മദ് കഥകൾ എഴുതിക്കൊണ്ടാണ് സാഹിത്യരംഗത്തേക്ക് വന്നതെങ്കിലും പിന്നീട് അദ്ദേഹം നാടകത്തിൻ്റെ രംഗത്തും സിനിമയിലും ഒക്കെ വളരെ പേരെടുത്ത ഒരാളായിരുന്നു. വൈക്കം ചന്ദ്രശേഖരൻ നായരും അതുപോലെ വളരെ കഴിവുകളുള്ള പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരനായിരുന്നു. അപ്പോൾ അതിൽ ചീഫ് എഡിറ്റർ, ചിത്രകാർത്തിയുടെ ചീഫ് എഡിറ്റർ വൈക്കം ചന്ദ്രശേഖരൻ നായരും എഡിറ്റർ KT മുഹമ്മദുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ചില കോപ്പികളൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ വായനയും എഴുത്തുമായിട്ടൊക്കെ ഒരു അടുപ്പം എനിക്കും ഉണ്ട്. ഇതിലൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് പബ്ലിഷ് ചെയ്യപ്പെടണം എന്നൊക്കെയുള്ളൊരു മോഹം ഒരു പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അത് ഞാനിങ്ങനെ വാങ്ങുകയും വായിക്കുകയൊക്കെ ചെയ്യും.
അപ്പോൾ അതിൽ കത്തുകൾ കൈകാര്യം ചെയ്യുന്ന വായനക്കാരുടെ കത്തുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പങ്ക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരിക്കൽ ഒരു കാർഡിൽ ഒരു കത്ത് എഴുതി അയച്ചു. അപ്രശസ്തരായ എഴുത്തുകാരുടെ രചനകൾ ഒന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ ചവറ്റുകുട്ടയിൽ തള്ളുകയല്ലേ താങ്കളുടെ പതിവ് എന്നായിരുന്നു എൻ്റെ ചോദ്യം. അടുത്ത ലക്കത്തിൽ തന്നെ അദ്ദേഹം, വൈക്കം ചന്ദ്രശേഖരൻ നായരാണ് ആ പങ്ക്തി കൈകാര്യം ചെയ്യുന്നത്, അദ്ദേഹം മറുപടി അയച്ചു: ഏതൊരു എഴുത്തുകാരിയുടെയും രചന ഒരു തവണയെങ്കിലും വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് കൊള്ളാവുന്നത് പബ്ലിഷ് ചെയ്യുകയാണ് എൻ്റെ പതിവ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം മറുപടി അയച്ചത്. അതാണെന്നാണ് എൻ്റെ ഓർമ്മ. അതാണ് ആ കത്ത്. അതിനുശേഷം അങ്ങനെ അപ്പോൾ അതിലൊരു ആ മാസികയിൽ ഒരു ബാലപങ്ക്തി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴായിരിക്കണമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇത്. അപ്പോൾ അതിൻ്റെ അടുത്ത സമയങ്ങളിൽ തന്നെ ഒരു ചെറിയ ലേഖനം ഞാൻ എഴുതി അയച്ചു. സത്യം പറഞ്ഞാൽ ഈ ലേഖനം തന്നെ എൻ്റെ ഒരു മൗലിക സൃഷ്ടി ആയിരുന്നില്ല. അത് അന്ന് വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്ന മിറർ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മാസിക ഉണ്ടായിരുന്നു. ആ മിററിൽ വന്ന ഒരു ലേഖനത്തെ ആസ്പദമാക്കി ഞാൻ എഴുതിയ ഒരു ചെറിയ ലേഖനമായിരുന്നു അത്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചുണ്ടലിയെ കൊണ്ട് സർക്കസ് കളിപ്പിക്കുന്ന ഒരു വിനോദത്തെക്കുറിച്ചായിരുന്നു ആ ലേഖനം. അപ്പം ഞാൻ അതിൽ നിന്ന് ആ പ്രധാന പോയിന്റ്സ് ഒക്കെ ആയിരിക്കണം എടുത്തിട്ട്, എന്നാലൊരു 3/4 പേജെങ്കിലും ഉണ്ടല്ലോ എഴുതിയത്, പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ. 3/4 പേജോ 1 പേജോ തന്നെ ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് വന്നു. അതെ, അത് അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ ഉടൻ തന്നെ അതിൽ പബ്ലിഷ് ചെയ്ത് വരികയും ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്കൊരു കാൽവെപ്പ് നടത്തുന്നത്. പക്ഷേ അതിനുശേഷം ഞാൻ കൂടുതലായിട്ടൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഇങ്ങനെ പലപ്പോഴായിട്ട് ലേഖനങ്ങളായിട്ടും കവിതകളായിട്ടും വിവർത്തനങ്ങളായിട്ടും, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അറിയപ്പെടുന്ന മാസികകളിലും, അതായത് മാധ്യമം, പച്ചക്കുതിര, ഭാഷാഭൂഷണി, ഇതൊക്കെ പല പ്രശസ്തങ്ങളായ മാസികകളാണ്. അല്ലാതെയുള്ള വേറെ പലതുമുണ്ട്. അങ്ങനെ ഒരുപാട് മാസികകളിലും പത്രങ്ങളിലും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ഈ പുസ്തകങ്ങളായി എത്ര എണ്ണം പബ്ലിഷ് ചെയ്തു എന്ന് ചോദിച്ചാൽ കുറഞ്ഞതൊരു 10-26 പുസ്തകങ്ങളെങ്കിലും ഉണ്ടാകണമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കൂടുതലും വിവർത്തനങ്ങളാണ് കൂടുതൽ. സമയത്ത് കോഴിക്കോട് പ്രോഗ്രാം പോയപ്പോൾ വക്കം ഖാദറിനെ കുറിച്ചുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. വക്കം അബ്ദുൽ ഖാദറാണോ? വക്കം മൗലവിയാണോ? വക്കം ഖാദർ, അയ്യന്ന ഹീറോ. അത് വേറെ. ഈ ക്വസ്റ്റ്യൻ ആണ് എന്നെ വക്കം ഖാദറിലേക്ക് അടുപ്പിച്ചത്. ഞാൻ ബാലസംഘം എന്ന് പറഞ്ഞ കുട്ടികളുടെ സംഘം എന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ബാലസംഘത്തിന്റെ ഒരു ക്യാമ്പിൽ ഒരു A4 പേപ്പറിൽ 3 പാരഗ്രാഫിലായിട്ട് 3 വ്യക്തിത്വങ്ങളെ പറ്റിയുള്ള ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടി. അതിൽ ആൻഫ്രാങ്ക് ഉണ്ട്, ഹെലൻ കെല്ലർ ഉണ്ട്, വക്കം ഖാദർ ഉണ്ട്. അങ്ങനെ പല ആൾക്കാരെ പറ്റി വന്നതിൽ ഒരു പേരാണ് എൻ്റെ കയ്യിലേക്ക് വന്നത്. അപ്പോ വക്കം ഖാദറിനെ പറ്റി വായിച്ചറിഞ്ഞപ്പോഴുള്ള എൻ്റെ ആ ഒരു സ്പിരിറ്റ്, എൻ്റെ മനസ്സിലേക്ക് വന്ന ആ ഒരു വികാരം എനിക്കിന്നും പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പിറ്റേന്ന് തന്നെ ഞാൻ ഇടവയിൽ നിന്നും സൈക്കിൾ എടുത്ത് നേരെ വക്കത്തേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ ആ സ്റ്റാച്യൂവിനെ നോക്കി ഞാൻ മണിക്കൂറുകളൊക്കെ ഞാൻ അവിടെ നിന്നു. 1-2 വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ഇത് കാണാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. എടുത്തു പറയാൻ കാണുമെന്ന് പറയുന്നത് വായന എനിക്ക് ഭയങ്കര ഹരമാണ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും കൊതിയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇടയ്ക്ക് ഞാൻ പഴയകാലം പ്രവാസിയായിരുന്നു, ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഖത്തറിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ്. കാരണം എൻ്റെ വീട് പഴയൊരു തറവാടാണ്, കുമ്മായപ്പെട്ട. ആ കൃത്യമാതിരി ബോക്സിലൊക്കെ ഞാൻ വെച്ചിട്ട് പോയ പുസ്തകങ്ങൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ചെന്ന് പിടിക്കുമ്പോൾ പൊടിഞ്ഞു പോയി, ഈ ഉപേക്ഷയിൽ കയറിയിട്ട് ആകാശായിപ്പോയി. പറയാൻ കാരണം ബാലരമ്മയുടെ അമർചിത്ര കഥയിൽ ആ പുസ്തകം ഇന്ന് തന്നെ ഇരിപ്പുണ്ട്. ഭഗത് സിംഗിനെ പറ്റിയുള്ള ഒരു പുസ്തകം. ആ ഒരു ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെറിയ ഒരു 10-30 പേജുകൾ വരുന്നത്. അന്ന് 3 രൂപയിൽ താഴെ, 2.5 രൂപ, കുട്ടികൾക്ക് വേണ്ടിയുള്ള, അതെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള 2.5 രൂപ വില വരുന്ന ഒരു പുസ്തകം. അന്ന് ഒരു പുസ്തകത്തിൽ ഈ പറഞ്ഞ ഭഗത് സിംഗ്, വേറൊരു പുസ്തകത്തിൽ ചന്ദ്രശേഖർ ആസാദ്. അപ്പൊ ഞാൻ ഇത് വായിച്ചപ്പോ, ഈ ബാലസംഘത്തിലൂടെ കിട്ടിയ ഈ ഒരു പേപ്പർ വായിക്കുമ്പോൾ
എന്റെ മനസ്സിൽ വന്നത് ഇവർ എന്തുകൊണ്ട് വക്കക്കാരെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല. എന്റെ മനസ്സിൽ വന്നതാണ്. കാരണം പഞ്ചാബിലുള്ള ഭഗത് സിംഗിനെ നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന വക്കക്കാരെ നമുക്കറിയില്ല. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ കുട്ടികളിൽ ചോദിക്കുന്നതാണ്, വലത് കണ്ണുമുണ്ട് ഇടത് കണ്ണുമുണ്ട്, ഏതെങ്കിലും ഒരു കണ്ണിന് പ്രാധാന്യം പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് വക്കക്കാരൻ, ഭഗത് സിംഗ്, ജാലിയൻ വാലാബാഗ്, വാഗൺ ട്രാജഡി, ഒന്നിന്റെയും പ്രാധാന്യം നമുക്ക് കുറച്ചു കാണിക്കാൻ സാധിക്കില്ല. അപ്പോ ഞാൻ ഇതുവരെ ഏതാണ്ട് 6000-ൽ പരം വേദികളിൽ വക്കം ഖാദർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ പരിചയപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട് ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്ത് വക്കം ഖാദറിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരു മാജിക്, ആ ഒരു ക്യാമ്പയിനിൽ 101 സ്കൂളിൽ ഞാൻ ചെയ്തിരുന്നു. അന്ന് ആ ക്യാമ്പയിന്റെ അവസാനം എന്റെ കൂടെ ഒന്ന് വേദിയിൽ മാജിക് ചെയ്തത് VSS രാമനാണ്. പത്രത്തിലെ ഫ്രണ്ട് പേജിൽ വലിയ വാർത്തയും ഇന്നും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി തിരുവനന്തപുരത്തല്ലായിരുന്നു. തിരുവനന്തപുരം. ആ പ്രോഗ്രാമിന്റെ വാർത്ത കണ്ട് എന്നെ ആദ്യം വിളിക്കുന്നത് ബുധവാർ സാറാണ്. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വാർത്ത കണ്ടെങ്കിൽ ആദ്യം വിളിക്കുന്നത് ബുധവാർ സാറാണ്. അപ്പൊ പറഞ്ഞത് അങ്ങനെ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ഞാൻ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിപാടി എല്ലാം കഴിഞ്ഞ് ഒരാൾ വന്ന് എന്നെ പരിചയപ്പെട്ടു, സ്ഥലം ചോദിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്ത് എവിടെയാണ്, വക്കയിൽ ഇടവേണ്ടെന്ന് ചോദിച്ചു. അവിടെ അജികുട്ടി സാറുണ്ടല്ലോ, അറിയാമോ? ഞാൻ പറഞ്ഞറിയാം, ജ്യേഷ്ഠനാണ്. വക്കൻകാരെ പറ്റിയും ഒക്കെ ആധികാരികമായി പറഞ്ഞു തരാൻ പറ്റിയ ഒരാളാണ് എന്ന ലെവലിലേക്ക്. സത്യം പറഞ്ഞാൽ അതുവരെ തുറന്നത് പറയുന്നത് സ്വയം വിമർശനമാണ്. അതുവരെ ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അഭിമുഖിക്കാൻ എനിക്കറിയില്ല. എഴുത്തുകാരനെന്നറിയാം, ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്നറിയാം, പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ മറന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പോ അത്തരം കാര്യങ്ങളിലേക്ക് ഇന്ന് പോകുമ്പോൾ ഈ പറഞ്ഞ വക്കം ഖാദർ പോലുള്ള, വക്കം മൗലവി പോലുള്ള സ്വാതന്ത്ര്യ സമര സാമൂഹിക പരിഷ്കർത്താക്കളുടെയൊക്കെ ജീവിതത്തിലേക്കൊക്കെ പോകുമ്പോൾ അത്തരത്തിൽ കുറെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ സ്ഥലങ്ങളിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെ പറ്റിയുള്ള അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഇസ്ലാമിനെ കുറിച്ച് വളരെ അതിൻ്റെ സൈദ്ധാന്തികമായിട്ടും താത്വികമായിട്ടും അതിനെ ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യവും ശ്രമവും എപ്പോഴും എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വക്കം മൗലവിയെ പരിചയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് വളരെയധികം, നമ്മൾ വളരെ നന്ദിയോടെ ആദരവോടെ സ്മരിക്കേണ്ടുന്ന ഒരു പേരാണ് ഈ വക്കം മൗലവി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്നാണ്. വക്കം മൗലവി എന്നുള്ളൊരു പേര് അദ്ദേഹം സ്വയം സ്വീകരിച്ചതല്ല. തൻ്റെ പേരിനോടൊപ്പം മൗലവി എന്നൊരിക്കലും അദ്ദേഹം വെച്ച് പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല. ആരോ ഒരു പേര് അദ്ദേഹത്തിന് അങ്ങനെ ഇട്ടുകൊടുത്തതാണ്. എന്നാലും ഈ അതിബുദ്ധിമാനായിരുന്നു, വളരെ ബുദ്ധിമാനായിരുന്നു, ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയേണ്ടി വരും. 24 വയസ്സുള്ളപ്പോൾ, ഇന്നിവിടെ നമ്മുടെ കേരളത്തിൽ ഈ പേർഷ്യൻ ഭാഷ അറിയുന്നവരെ വേണമെങ്കിൽ വിരലെണ്ണാവുന്നവരായിരിക്കും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 24 വയസ്സുള്ളപ്പോൾ പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഇമാം ഗസാലിയുടെ കീമിയ സആദ എന്ന് പറയുന്ന വിശ്രുതമായൊരു കൃതി, അത് അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന വിശ്രുതമായ കൃതിയുടെ ഒരു സംക്ഷിപ്തമാണ്. അത് പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം അതിൻ്റെ ഒരു സംക്ഷിപ്തം എഴുതിയതായിരുന്നു. അത് പേർഷ്യൻ ഭാഷയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ് വക്കം മൗലവി 24 വയസ്സുള്ളപ്പോൾ. അറബി, പേർഷ്യൻ, മലയാളം, സംസ്കൃതം, ഈ ഭാഷകളൊക്കെ പ്രത്യേകം അധ്യാപകരുടെ കീഴിലാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിലും അദ്ദേഹത്തിന് സാമാന്യത്തിൽ കവിഞ്ഞ അറിവുണ്ടായിരുന്നു. കാരണം അക്കാലത്ത് ഇംഗ്ലീഷിൽ ഇസ്ലാമിനെ കുറിച്ചൊക്കെ അമേരിക്കയിലും മറ്റുമൊക്കെ പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളെക്കുറിച്ച് അദ്ദേഹം അറിയുകയും അതിൻ്റെ വിവർത്തനത്തിനായിട്ട് ശ്രമിക്കുകയും പ്രത്യേകിച്ച് അതിനുള്ള വ്യക്തികളെ കണ്ടെത്തി ആ കാര്യം ചുമതലപ്പെടുത്തി അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വക്കം മൗലവിയെ കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യത്തിൽ ഞാനങ്ങനെ ഏർപ്പെടുകയും ഒടുവിൽ വക്കം മൗലവിയുടെ പേര് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റുമായിട്ട് തന്നെ സഹകരിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വക്കം മൗലവി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ കുറിച്ച് പലതും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വക്കം മൗലവിയുടെ ഒന്നിലധികം ജീവചരിത്രങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ തന്നെ പലതും ഞാൻ വായിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തെക്കുറിച്ച് പല പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ മക്കളിൽ ഒരാളായ പ്രശസ്തനായ ഒരു സാഹിത്യകാരനുണ്ടായിരുന്നു. അതാണ് വക്കം അബ്ദുൽ ഖാദർ. ഈ വക്കവുമായിട്ട് ബന്ധപ്പെട്ട 3 പേരുകൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് വേർതിരിച്ച് പഠിക്കാൻ അത്രയ്ക്ക് മനസ്സ് വയ്ക്കാറില്ല എന്നാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. വക്കം മൗലവി തന്നെ നമ്മുടെ നവോത്ഥാന നായകന്മാരുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അതിപ്പോൾ നമ്മുടെ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് കിടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളാണ് വക്കം അബ്ദുൽ ഖാദർ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പഴയ 10ാം ക്ലാസ്സുകാരനായിരുന്നുവെങ്കിലും ജീവിതം മുഴുവനും 64ാമത്തെ വയസ്സിലും അദ്ദേഹം മരിക്കുന്നത് 1976 ഓഗസ്റ്റ് 23-ന്. അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആകാശവാണിയിൽ ഒരു പ്രഭാഷണം നടത്തിയതെന്ന് പറഞ്ഞു. അത് വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ചായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ ഇത്ര കുറഞ്ഞൊരു വിദ്യാഭ്യാസം ആണ് ഉണ്ടായിരുന്നതെങ്കിലും സ്വപരിശ്രമത്താൽ അദ്ദേഹം ഈ ജർമ്മൻ ഭാഷ, മലയാളം, സംസ്കൃതം, ഉറുദു ഒക്കെ പഠിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചിത്രമെഴുത്തിലും അതുപോലെ തന്നെ സംഗീതത്തിലും വാസന ഉണ്ടായിരുന്നു. ആ വക്കം അബ്ദുൽ ഖാദർ വളരെ 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 ഗഹനമായ പഠനങ്ങൾ നടത്തി നമ്മുടെ മലയാള സാഹിത്യത്തെ, നിരൂപണ സാഹിത്യത്തെ പ്രത്യേകിച്ച് സമ്പന്നമാക്കിയ ഒരാളായിരുന്നു. പക്ഷേ ഇതേക്കുറിച്ച് നമ്മുടെ ആൾക്കാർക്ക് അത്രയ്ക്കൊന്നും, ഇപ്പോഴുള്ളവർക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട, വക്കവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പേരാണ് ഈ വക്കം ഖാദർ എന്ന് പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വക്കം മൗലവി യാഥാസ്ഥിതികത്വത്തിനെതിരെ നിന്ന് പ്രവർത്തിച്ച സമുദായോന്നമനം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും ശരി അതിനെയൊക്കെ വകവയ്ക്കാതെ സ്വന്തം സമ്പത്ത് മുഴുവനും ആ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് വളരെ ത്യാഗ സന്നദ്ധതയോടുകൂടി പല കാര്യങ്ങളും ചെയ്തൊരു വ്യക്തിയായിരുന്നതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ, പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യാഥാസ്ഥിതികമായിട്ടുള്ള പല കാര്യങ്ങളെയും എതിർക്കുന്ന ആളായിരുന്നത് കൊണ്ടായിരിക്കാം വക്കം മൗലവിക്ക് ശത്രുക്കളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ പോലും പരിപാടിയിട്ടിരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഓച്ചിറയിൽ നിന്ന് വന്ന ഒരു ധീരനും കരുത്തനുമായ വ്യക്തിയുടെ മകനാണ് ഈ വക്കം ഖാദർ എന്ന പേരിൽ പിൽക്കാലത്ത് പ്രശസ്തനായ INA ഹീറോ, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സിംഗപ്പൂരിൽ വെച്ചാണ് അദ്ദേഹം അതിൽ ചേർന്നിട്ട് INA-യുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടിയുള്ള ആ ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് കുറേ പേര് അവിടെ നിന്ന് രഹസ്യമായിട്ട് കപ്പലിൽ വരുമ്പോൾ രഹസ്യവിവരം ചോർത്തു കൊടുത്തുകൊണ്ട് ഇവരെ താനൂർ കടപ്പുറത്ത് വെച്ച് പിടികൂടുകയും പിന്നീട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്യുന്നത് അത് മറ്റൊരു അബ്ദുൽ ഖാദറാണ്. അപ്പൊ ഈ 3 പേരും വക്കവുമായിട്ട് എന്നുള്ള സ്ഥലപ്പേരുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ അറിയപ്പെടുന്നത് കൊണ്ട് ഈ എല്ലാവരും വക്കം അബ്ദുൽ ഖാദർ മൗലവി, വക്കം അബ്ദുൽ ഖാദർ, വക്കം ഖാദർ, ഇതൊക്കെ ഈ നമ്മുടെ പുസ്തകങ്ങളിൽ പോലും ഇവരുടെ ഫോട്ടോകൾ പോലും തെറ്റിച്ചടിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. അപ്പൊ അത് ഇവരോരോരുത്തരും എന്താണ് ചരിത്രത്തിൽ അവർ നിർവഹിച്ചത്, അവരുടെ ദൗത്യം എന്തായിരുന്നു എന്ന് തിരിച്ചറിയാത്തതിൻ്റെ ആളുകൾ ഇതൊക്കെ ഇങ്ങനെ പറയുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ വേർതിരിച്ചൊക്കെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ലോകത്തോട് സമൂഹത്തോട് പറയാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ കൂട്ടത്തിൽ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നും പറയാം. കാരണം ഞാൻ ഇവരെ കുറിച്ചൊക്കെ പലപ്പോഴും എനിക്ക് എഴുതാൻ അവസരം വന്നിട്ടുണ്ട്. വക്കം മൗലവിയുടെ തന്നെ സഹോദരിയുടെ മകനായിരുന്ന വക്കം P. മുഹമ്മദ് മൈദീൻ എന്ന് പറഞ്ഞൊരു സ്കോളർ ഉണ്ടായിരുന്നു. വലിയൊരു സ്കോളറായിരുന്നു അദ്ദേഹം. അറബി ഭാഷയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ നല്ല കഴിവുള്ള പണ്ടത്തെ ഇന്റർമീഡിയറ്റ് പാസ്സായ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവർത്തനങ്ങളെന്ന് ഞാൻ പറഞ്ഞത് ഖുർആന്റെ അധ്യായങ്ങൾക്ക് വിവർത്തനവും വിവരണവും രചിച്ചുകൊണ്ട് പല പല പുസ്തകങ്ങളായിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇടവയിൽ പ്രസിദ്ധമായിട്ടുള്ള CM പ്രസിദ്ധ എന്നാണ് അതൊക്കെ പബ്ലിഷ് ചെയ്തത്. അത് മാത്രമല്ല അമീർ ഷക്കീബ് അർസലാൻ എന്ന് പറയുന്ന ബെയ്റൂത്ത് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പഴയ കാലത്തെ ഒരു വലിയ പത്രപ്രവർത്തകന്റെ പ്രസിദ്ധമായൊരു പുസ്തകം ലിമാദാത്ത അഹ്റൽ മുസ്ലിമൂൻ വ ലിമാദാത്ത ഖദ്ദമ ഗൈറുഹും എന്നാണ് അറബിയിൽ പറയുന്നതിന്. അതായത് മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പിന്നാക്കത്തിലായി, മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവരൊക്കെ എന്തുകൊണ്ട് മുമ്പോട്ട് പോയി എന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. അത് അദ്ദേഹം
മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പിന്നാക്കത്തിലായി എന്ന പേരിൽ ഈ വക്കം മുഹമ്മദ് മൈദീൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് ഇടവയിൽ നിന്നാണ് 2 പതിപ്പുകൾ അന്ന് പബ്ലിഷ് ചെയ്തിരുന്നു. ആ പുസ്തകത്തിൻ്റെ പുതിയൊരു പതിപ്പ് ഞാൻ തന്നെ അതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ച് ഈ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഈ എഡിറ്റിംഗ് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത്ര നല്ലൊരു പുസ്തകമാണത്. അങ്ങനെ ഒരെണ്ണം ചെയ്യാനിട വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വക്കം മൗലവിയെ സംബന്ധിക്കുന്ന തന്നെ പലരെഴുതിയ ലേഖനങ്ങളുടെ സമാഹാരം, അത് സമാഹരിക്കുന്നതിലും എഡിറ്റ് ചെയ്യുന്നതിലും ഞാനും വക്കം മൗലവിയുടെ ചെറുമകനും വക്കം അബ്ദുൽ ഖാദറിൻ്റെ മകനുമായ സുഹൈർ, അദ്ദേഹം എഞ്ചിനീയറായി KSEBയിൽ നിന്ന് വിരമിച്ച ആളാണ്. നല്ലൊരു വായനക്കാരനാണ്, കാര്യങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ചേർന്നാണ്. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു പുസ്തകമായിരുന്നു. വക്കം മൗലവി അവരുടെ കാഴ്ചപ്പാടിൽ എന്ന പേരിൽ അത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വക്കം മൗലവിയുടെ തന്നെ പ്രസിദ്ധമായ അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക, അത് അദ്ദേഹം 1 വർഷം മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ആ 1 വർഷവും അത് അറബി മലയാളം എന്ന് പറയുന്ന ആ ലിപിയിലാണ് അത് പബ്ലിഷ് ചെയ്തത്. അതായത് മലയാള ഭാഷ അറബിയിൽ എഴുതുന്ന രീതി, അതിനാണ് അറബി മലയാളം എന്ന് പറയുന്നത്. അത് അങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വക്കം മൗലവി സ്വദേശാഭിമാനി പത്രം, ചരിത്രപ്രസിദ്ധമായ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതിന് ശേഷം അതിനോടൊപ്പം തന്നെ എന്ന് പറയാം, മുസ്ലിം എന്ന് പറഞ്ഞ് മറ്റൊരു മാസിക തുടങ്ങിയിരുന്നു. വളരെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസിദ്ധീകരണമായിരുന്നു അത്. ഇസ്ലാമിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾക്ക് പുറമെ അതിനകത്ത് സ്ഥിതി വിവര കണക്കുകൾ ഉൾപ്പെടുത്തിയിരുന്നു. 1905 ഈ സംഭവം നമ്മൾ ഓർക്കണം. 1905 അദ്ദേഹം ഇങ്ങനെ സംഭവമായിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് സ്ഥിതിവിവര കണക്കെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ സാമുദായികമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, സാംസ്കാരികമായിട്ടൊക്കെ മുന്നേറേണ്ടുന്നതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു ആ സ്ഥിതിവിവര കണക്കുകൾ അദ്ദേഹം ശേഖരിച്ച് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് മുസ്ലിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാസികയും ഒക്കെ ഇറക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ടത്ര വായനക്കാരില്ല, വേണ്ടത്ര സ്വീകരിക്കപ്പെടുന്നില്ല, കൂടുതലായിട്ട് പ്രചാരം കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്, ഈ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. മാത്രമല്ല അവർ അറബി ഭാഷ അവർ പഠിക്കുന്നുണ്ട്, ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം, ഭാഷയായിട്ടല്ലെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടി മാത്രമായിട്ട് അറബി ഭാഷ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അറബി ലിപി അവർക്ക് പരിചയമുണ്ട്. അപ്പോൾ ആ ലിപിയിൽ മലയാളം എഴുതിയാൽ കുറെ കൂടെ പ്രചാരം കിട്ടുമല്ലോ എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് ഈ അറബി മലയാളത്തെ വക്കം മൗലവി തന്നെ പരിഷ്കരിച്ചുകൊണ്ട് പ്രസിദ്ധപ്പെടുത്തിയ, നോക്കണം, നമ്മൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം ശ്രമങ്ങൾ ചെയ്യുന്നു. സ്വന്തം തനിക്ക് വേണ്ടിയല്ല, ഒരു പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എത്ര വലിയ ത്യാഗമായിരുന്നു, ആരാണ് ഇത് തിരിച്ചറിഞ്ഞത് എന്ന് നമ്മളൊരു നിമിഷം ആലോചിക്കുക. അതായിരുന്നു അൽ ഇസ്ലാം. ആ അൽ ഇസ്ലാമിൻ്റെ കിട്ടിയ ലക്കങ്ങൾ മുഴുവൻ ലക്കങ്ങളുണ്ട്, 1 കൊല്ലത്തെ മുഴുവൻ ലക്കങ്ങളുണ്ട്, കുറച്ച് ലക്കങ്ങൾ മാത്രമേ അത് ഇറങ്ങിയിട്ടുള്ളൂ. നല്ലൊരു പ്രസിദ്ധീകരണമാണ്. അത് മുഴുവൻ മലയാള ലിപിയിലോട്ട് മാറ്റി. അത് മലയാള ലിപിയിലോട്ട് മാറ്റിയത് നമ്മുടെ ഇടവയിൽ തന്നെ ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ഇടവയിൽ തന്നെ ഉണ്ടായിരുന്ന, നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചറിയപ്പെടാതെയോ അല്ലെങ്കിൽ പലർക്കും അറിയാൻ കഴിയാതെ പോവുകയോ അല്ലെങ്കിൽ അറിയാൻ കൂട്ടാക്കാതെ പോവുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു TP മഹ്മൂദ് സാർ. അദ്ദേഹം ഈ നമ്മുടെ വെറ്റക്കട സ്കൂളിലെ, എൻ്റെ ഓർമ്മയിൽ ഞാൻ പഠിക്കുമ്പോഴവിടെ അധ്യാപകനായിട്ടുണ്ട്, അറബി അധ്യാപകനായിട്ട് അവിടെയുണ്ട്. അദ്ദേഹം അറബിയിലും ഉറുദുവിലും മലയാളത്തിലും നല്ല ഒന്നാന്തരമായി ഈ 3 ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന വിധത്തിലുള്ള അറിവ് നേടിയ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധാരാളം ഗ്രന്ഥങ്ങളുടെ ശേഖരം ഉണ്ടായിരുന്നു. സ്വന്തം നിലയിൽ മലയാളത്തിൽ ചെറിയ പുസ്തകങ്ങളും ലഘുലേഖകളും ധാരാളം എഴുതിയിട്ടുണ്ട്. ഈ മുസ്ലിങ്ങളുടെ അനാചാരങ്ങളെയും അവരെ അന്ധവിശ്വാസങ്ങളെയും എതിർക്കുന്ന പക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ വലിയ സംഭാവനകളൊക്കെ ചെയ്ത ഒരാളായിരുന്നു. പക്ഷേ ഇടവക്കാർക്ക് അത്രയ്ക്കൊന്നും അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. ആ വ്യക്തിയാണ് വക്കം മൗലവിയുടെ അൽ ഇസ്ലാം അറബി മലയാളത്തിൽ നിന്ന് നമ്മുടെ സാധാരണ മലയാളത്തിലേക്ക് മാറ്റി എഴുതിയത്. അത് വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റ് എന്നൊരു പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെയും വർക്കിൻ്റെ പിന്നിൽ ഞാനായിരുന്നു പ്രവർത്തിച്ചത്. അപ്പോൾ ആ പുസ്തകം എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പുസ്തകം കൂടെ കാണിക്കാം. കാരണം എനിക്കും അതൊരു പുതിയൊരു അറിവാണ്. ഈ അറബി മലയാളം എന്നുള്ളൊരു പ്രയോഗം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഉദ്ദേശത്തിലാണ് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. നമുക്കറിയാം, ഇപ്പം ഫോണിൽ ഒരുപാട് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നുണ്ട്.
ഈ ബംഗ്ലീഷിന്റെയൊക്കെ ആദ്യകാല രൂപമാണ് ഈ അറബി മലയാളം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചുകൊണ്ട് വന്ന ഒരു കാര്യം, ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ, വിവർത്തനം എന്ന ആ ഒരു മേഖലയിൽ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ? വിവർത്തനം ഏത് പുസ്തകത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയുന്നത് പ്രയാസമായിരിക്കും. എന്നാലും ഞാൻ ആദ്യം പറഞ്ഞു, ഇങ്ങനെ മിറർ എന്ന് പറയുന്ന മാസികയിൽ വന്ന ഒരു ഇംഗ്ലീഷ് ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ ചുണ്ടലി സർക്കസ് എന്ന് പറയുന്ന ഒരു ലേഖനം ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ, സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ എഴുതി അയക്കുകയും ചിത്രകാർത്തിയിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെ ഒരു പക്ഷേ വിവർത്തനത്തിൻ്റെ ഒരു ചുവടുവെപ്പാണെന്ന് നമുക്ക് കരുതാം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇടയ്ക്ക് ഞാൻ കുറേ കാലം പിന്നെ പറയാമല്ലോ, ഈ എഴുത്തിൻ്റെയും വായനയുടെയൊക്കെ ലോകത്തുനിന്ന് ഞാനങ്ങ് വിട്ടു തന്നിരുന്നു. പിന്നീടാണ് ഞാനത് നമ്മൾ വീണ്ടെടുക്കേണ്ട ഒന്നാണ് എന്ന് തോന്നിയിട്ട്, എന്ന് വെച്ചാൽ എനിക്ക് തോന്നി എഴുത്തും വായനയും പഠനവും എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു വികാരമാണ്, അല്ലെങ്കിൽ ഒരു ആവേശമാണ്, അല്ലെങ്കിൽ ഒരു 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 നമുക്ക് അതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക വസ്തുവാണെങ്കിൽ ഒരിക്കലും നമ്മളിന്നത് മാഞ്ഞു പോകില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വരികയും പിന്നെ ഇങ്ങനെ പലതും വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ ലോങ്മാൻ, ലണ്ടനിലെ പ്രസിദ്ധമായിട്ടുള്ള ലോങ്മാൻ പ്രസ് പബ്ലിഷ് ചെയ്ത ഇസ്ലാം ആൻഡ് കോണ്ടംപററി സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് വളരെ പ്രൗഢങ്ങളായിട്ടുള്ള ലേഖനങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ ഈ ഇസ്ലാം ആൻഡ് ഇറ്റ്സ് പില്ലേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്നാണ് ഞാൻ ഓർമ്മയെന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു ലേഖനം അതിനകത്ത്, ഒരു നീണ്ട ലേഖനമാണ്. അതൊരു ഇബ്രാഹിം അൽ ഹൗലി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് എഴുതിയിരുന്നത്. അത് ഇസ്ലാമിക വിശ്വാസത്തെ സംബന്ധിച്ച് അതിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ 5 തൂണുകളെന്ന് പറയുന്ന ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒരു നീണ്ട പ്രകരണമായിരുന്നു അത് മുഴുവൻ ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് എൻ്റെ സ്വന്തം ചെലവിൽ ചെറിയൊരു പുസ്തകമായിട്ട് ഞാൻ പബ്ലിഷ്. അതാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ഒരു പുസ്തകം. അതൊരു വിവർത്തനവുമായിരുന്നു. അത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ 5 തൂണുകൾ എന്ന് പറഞ്ഞിട്ട് ചെറിയ പുസ്തകം 10 രൂപയ്ക്ക് ഇങ്ങനെ അടിച്ച് കുറച്ച് പേർക്കൊക്കെ അത് കൊടുക്കുകയും അതിൻ്റെ പൈസ കിട്ടുകയും, എന്നാൽ അതിൻ്റെ ഒരുപാട് കോപ്പികൾ ഇതിൽ നിന്ന് പലരും കൊണ്ടുപോയിട്ട് പൈസ തരാതിരിക്കുകയും, പിന്നെ അവസാനം വന്ന കുറേ കോപ്പികൾ ഞാൻ ഏതൊക്കെയോ പള്ളികളിൽ ചില സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ട് അത് എത്ര പേര് വായിക്കുമെന്നുള്ള ഒരു കാര്യം പോലും ചിന്തിക്കാതെ ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അങ്ങനെയാണ് ആദ്യം ഒരു പുസ്തകം എന്ന നിലയ്ക്ക് വിവർത്തനത്തിലൂടെ ഞാൻ വരുന്നത്. പിന്നെ അതിനുശേഷം ഈ വിവർത്തനം ഇങ്ങനെ പലപ്പോഴും നമുക്കൊരു കമ്പൽഷൻ എന്ന നിലയ്ക്കാണ് പലപ്പോഴും അത് വരുന്നത്. അതിൻ്റെ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. എന്നാലും അദ്ദേഹം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത്, അദ്ദേഹം പ്രത്യേകിച്ചും അറബി, ഉറുദു, പേർഷ്യൻ ഈ 3 ഭാഷകളിലായിരുന്നു അദ്ദേഹത്തിന് വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നത്. അത് വളരെ ചെറുപ്രായത്തിലേ തന്നെ ആർജിച്ചതായിരുന്നു ആ പാണ്ഡിത്യം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സമഗ്രമായ ഒരു ജീവചരിത്രം അടുത്ത കാലത്ത് വായിച്ചു. അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാക്കിയത്, ഇർഫാൻ ഹബീബ് എഴുതിയ ആസാദ് എന്ന് പറയുന്ന ഒരു ജീവചരിത്രം അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്ത് വായിച്ചു. അപ്പോൾ അതിൽ പറയുന്നത് ആസാദ് ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ ഫ്രഞ്ചും ഇംഗ്ലീഷും പ്രത്യേകമായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തെ ഈ 2 ഭാഷകളും ആസാദിനെ പഠിപ്പിച്ചത് ഒരു മൗലവിയായിരുന്നു എന്നാണ് അതിൽ പറയുന്നത്. അപ്പം ആസാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്ര പറയേണ്ടി വന്നു. പക്ഷേ ആസാദിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത്, അദ്ദേഹം സ്വന്തം ഒരു വലിയ പത്രപ്രവർത്തകനായിരുന്നു. അൽ ഹിലാലും പിന്നെ പ്രസിദ്ധമായ മറ്റൊരു പത്രമുണ്ട്. എന്ന് മാത്രമല്ല മഹാത്മാഗാന്ധി മറ്റൊരു പിൽക്കാലത്ത് ഈ നിസ്സഹകരണ പ്രസ്ഥാനം കൊണ്ടുവന്നു. അത് ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു സമരമാർഗമായി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും ഈ നിസ്സഹകരണ സമരത്തെ ആദ്യമായി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആസാദായിരുന്നു. അതൊന്നും പലർക്കും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അതെടുത്ത് പറയാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വലിയ പണ്ഡിതനും എഴുത്തുകാരനും ചിന്തകനുമൊക്കെ ആയിരുന്ന ആസാദ് ഈ പറയുമായിരുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ വായിക്കുന്നതാണ് താല്പര്യം, എഴുതാൻ എനിക്ക് താല്പര്യമില്ല. കുറേ പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്ന് അറിവ് ഉൾക്കൊള്ളുക, അതാണ് എനിക്ക് താല്പര്യം. പക്ഷെ ഞാൻ എഴുതുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വല്ലതും സാമ്പത്തികമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന ഒരു സംഗതി എന്നെ പലപ്പോഴും അലട്ടുന്നത് കൊണ്ടാണ് ഞാൻ എഴുതുന്നത്, അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ താല്പര്യമില്ല. അതുപോലെ തന്നെയാണ് ഞാൻ അത് സമീകരിച്ച് പറയുകയല്ലെങ്കിലും അതുപോലെ തന്നെയാണ് എനിക്കും
പലപ്പോഴും ഇത് എഴുതുമ്പോൾ, പ്രത്യേകിച്ചും വിവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമായ എഴുത്തിനേക്കാൾ വ്യത്യസ്തമായ ഒന്നാണ് വിവർത്തനം. എന്ന് വെച്ചാൽ വിവർത്തനം എളുപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഈ നമ്മൾ എഴുതേണ്ട ടെക്സ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ നമ്മളത് നമ്മുടേതായ രീതിയിൽ വിവർത്തനത്തിലൂടെ നമ്മളൊന്ന് പുനഃസൃഷ്ടിച്ചാൽ മതി. അല്ല ഒരു ടെക്സ്റ്റ് തന്നെ മൗലികമായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് വിവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അത് ചെയ്യാം. മാത്രമല്ല, അത് എവിടെയെങ്കിലും കൊടുത്ത് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ കൊടുത്ത് പബ്ലിഷ് ചെയ്താൽ ഒരു ചെറിയ പൈസയും അതിൽ നമുക്ക് പ്രതിഫലമായിട്ട് കിട്ടും. അതിന്റെ പേരിലാണ് പലപ്പോഴും വിവർത്തനങ്ങളിൽ ഞാൻ കൂടുതൽ ഏർപ്പെട്ടത്. പക്ഷെ വിവർത്തനത്തെക്കുറിച്ച് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് പലയിടത്തും പോയി ഒക്കെ സംസാരിക്കാനും ഒക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം വിവർത്തനത്തെക്കുറിച്ച് എപ്പോഴും ആള് പിന്നെ പറയുന്നത്, ഈ വിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞാൽ വിവർത്തകൻ ഈ ചിത്രത്തിൽ എവിടെ ഇല്ല, അല്ലെങ്കിൽ ചിത്രത്തിൽ ഉണ്ടാകരുത്, അദ്ദേഹത്തിന്റെ സ്ഥാനമില്ല. കാരണം അദ്ദേഹത്തിൻ്റെതല്ലല്ലോ ഈ കൃതി എന്നാണ് ഇവരുടെ ഭാഷ്യം. യഥാർത്ഥത്തിൽ വളരെ തെറ്റായ ഒരു ചിന്താഗതിയാണത്. കാരണം വിവർത്തനം എന്ന് പറയുന്നത് ഒരാള് മറ്റൊരു ഭാഷ അല്ലെങ്കിൽ മൂലഭാഷ എന്ന് പറയും, മൂലഭാഷയിൽ രചിക്കപ്പെട്ട ഒരു കൃതിയെ നമ്മൾ മറ്റൊരു ലക്ഷ്യഭാഷയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇക്കാര്യത്തിൽ ആദ്യകാലത്തൊക്കെ ഉന്നയിച്ച ഒരു ആക്ഷേപം എന്താണെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സാഹിത്യത്തെ സംബന്ധിച്ചാണ് ഇത് ശരിയാവുന്നത്, സാഹിത്യം അല്ലെങ്കിൽ കവിതയെ സംബന്ധിച്ചാണ് ഇത് ശരിയാവുന്നത്. കാരണം ഒരാള് ഒരു കവിത എഴുതുന്നു, മലയാളത്തിൽ എഴുതിയൊരു കവിത, അത് മലയാളം അറിയാവുന്ന ആളുകൾ വായിച്ച് മനസ്സിലാക്കി അവരതിനെക്കുറിച്ച് ആസ്വദിച്ച് അതിനെക്കുറിച്ച് വളരെയധികം ആവേശത്തോടെയൊക്കെ സംസാരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണത്. പക്ഷെ അത് മറ്റൊരു ഭാഷയിൽ ആക്കി കഴിഞ്ഞാൽ ഇതേപോലത്തെ ആസ്വാദനവും ആവേശവും സന്തോഷവും ഒക്കെ എങ്ങനെ ഉണ്ടാകാനാണ് എന്നാണ് അവരുടെ ചോദ്യം. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വിവർത്തനം ചെയ്യുമ്പോൾ ഈ മൂലകൃതിയുടെ ജീവനറ്റ ഒരു നിഴലാണ് വിവർത്തനമെന്ന് യേറ്റ്സ് പറഞ്ഞതുപോലെ, അങ്ങനെ ഒരു ജീവനറ്റ നിഴലിനെയായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കുന്നതെന്ന് ഉള്ളൊരു ആക്ഷേപം വെച്ചിട്ടാണ് ഈ വിവർത്തനത്തെ ഇങ്ങനെ ആള് ഒരു രണ്ടാം തരമായിട്ട് കാണുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞു. കാരണം ആ സിദ്ധാന്തങ്ങളൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞു. കാരണം ഈ വിവർത്തനം നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വിവർത്തനത്തിൽ ഏർപ്പെടുന്നത് നമ്മുടെ ഭാഷയിലുള്ള ഒരു കൃതി ആ ഭാഷയിൽ വായിച്ചറിഞ്ഞുകൂടാത്ത മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അപ്പം വിവർത്തകൻ മൂലകൃതിയോട് നീതി പുലർത്തണം എന്ന് പറയുന്ന പഴയ സിദ്ധാന്തത്തിനൊക്കെ അപ്പുറത്ത് വിവർത്തകൻ ലക്ഷ്യഭാഷയോടാണ് നീതി പുലർത്തേണ്ടതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നമ്മൾ ആർക്ക് വേണ്ടിയാണോ വിവർത്തനം ചെയ്യുന്നത് അവരുടെ ആസ്വാദനമാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഒരു കാര്യം, ഈ വിവർത്തനം എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത സുഹൃത്തുണ്ട് ജോർജ് പുല്ലാട്ടി, കസ്റ്റംസ് ഓഫീസറാണ്. നമ്മുടെ ഇലക്ട്രിക്കൽ പറഞ്ഞാൽ ദയാഭായി ഇളയ സഹോദരൻ. അപ്പോ നോബൽ സമ്മാന ജേതാവായ കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ഇദ്ദേഹം മലയാളത്തിൽ വിവർത്തനം ചെയ്തു. കോഴിക്കോട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ വിവർത്തനം കൈവരിക്കുന്നത് പറഞ്ഞൊരു വാക്കാണ് ഞാൻ ഓർക്കുന്നത്. മലയാളത്തിൽ എന്റെ നാവായി മാറിയ ജോർജ്. വളരെ ആപ്റ്റായി വന്ന നല്ലൊരു നിരീക്ഷണമാണ്. ഈ വിവർത്തകത്തിന് ഒരു ഭാഷയിൽ ഒരു വ്യക്തി എഴുതിയ ആ പുസ്തകം അതിന്റെ അന്തസത്ത ചോരാതെ മറുഭാഷയിലുള്ള ഒരു വായനക്കാരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യണമെങ്കിൽ ആ വിവർത്തകൻ എന്തുമാത്രം കഷ്ടപ്പെടണം എന്നുള്ളതാണ് അവിടെയുള്ളത്. അവിടെയാണ് ഈ കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന നോബൽ സമ്മാന ജേതാവായ ആ ഒരു മഹാത്മാവ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉല്ലാസ് സാറിനെ വിശേഷിപ്പിച്ചത് മലയാളത്തിൽ എന്റെ നാവായി മാറിയ ജോർജ് പുല്ലാട്ടി എന്ന് പറയുന്നത്. ശരിക്കും അദ്ദേഹം അതിന്റെ എന്താണ് ആ കഷ്ടപ്പാട് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രയോഗം കൊണ്ടുവന്നത്. ഇവിടെ ഈ വിവർത്തകൻ എന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു വിവർത്തനം എന്ന് പറയുന്ന ആ ഒരു മറ്റൊരു പ്രക്രിയയെ നിസ്സാരവൽക്കരിച്ച് കാണിക്കുന്ന ഒരു പ്രവണത ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ അത് മാറി. മാത്രമല്ല വിവർത്തകന് വലിയ തുകകൾ ഇപ്പൊ അവാർഡായി കൊടുക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന്. അതായത് ഈ DCB പ്രൈസ്, JCB പ്രൈസ് എന്നാണ് പോകുന്നത് അതിന്റെ പേര്, JCB. അതെ, JCB പ്രൈസ് ഉണ്ട്. പിന്നെ ക്രോസ് വേർഡ് പ്രൈസ് ഉണ്ട്. JCB ഒക്കെ ആണെങ്കിൽ 25 ലക്ഷമോ മറ്റുമാണ് അതിന്റെ തുക. അത് 25 ഓ 50 ലക്ഷമോ ഒക്കെ ആണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ലക്ഷങ്ങളാണ് തുക. അത് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മൂല ഗ്രന്ഥകാരനും വിവർത്തനം കൂടെ തുക പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ ക്രോസ് വേർഡ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വിവർത്തകന് തന്നെ കൊടുക്കുകയാണ്. വിവർത്തകന്റെ പേര് വളരെ പ്രോമിനന്റ് ആയിട്ട് തന്നെ ഇപ്പം പുസ്തകങ്ങളിലും മറ്റു കൃതികളിലും ഒക്കെ അടിക്കുന്നുണ്ട്. എത്ര എണ്ണം വിവർത്തനം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഒരു 10-20 എണ്ണമെങ്കിലും വരും എന്നാണ് എനിക്കിപ്പോ കൃത്യമായി. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്
പിന്നെ അതെ, അത് ഞാൻ ഇങ്ങനെ വിവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും ചെയ്യാറുണ്ട്. അത് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. ഈ മലയാളത്തിലേക്ക് ഞാൻ പിന്നെ ലോക സാഹിത്യത്തിലെ പല കഥകളും ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതില് പിന്നെ 25 ലോക കഥകൾ എന്ന് പറയുന്നൊരു പുസ്തകം KP അപ്പൻ സാറിന്റെ അവതാരികയോടുകൂടി ചിന്ത പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്ത് 4ാം പതിപ്പായി കഴിഞ്ഞു. അത് 4ാം പതിപ്പ്. അത് ഇടവയിലുള്ള ചില സുഹൃത്തുക്കൾ ആ പുസ്തകം ഏതോ എക്സിബിഷനിൽ വെച്ച് കാണുകയും എന്നെ തിരിച്ചറിയുകയൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം കണ്ടു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തൊരു അനുഭവമുണ്ട്. അത് പിന്നെ അതുകൂടാതെ എനിക്ക് വിവർത്തനത്തിന് ആദ്യമായിട്ടൊരു അവാർഡ് ലഭിക്കുന്നത് ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MB കുമാരൻ സ്മാരക പുരസ്കാരം വിവർത്തനത്തിനുള്ള. അത് ഈ മഹമ്മൂദ് ദർവീഷിന്റെ കവിതകൾ, അതായത് പലസ്തീൻ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ കവിയായ മഹ്മൂദ് ദർവീഷിന്റെ കവിതകൾ എന്ന പുസ്തകത്തിനാണ് ഈ അവാർഡ് എനിക്ക് ലഭിച്ചത്. അത് നമ്മൾ മലയാളത്തിലെ തന്നെ ബംഗാളി ഭാഷയിൽ നിന്ന് നേരിട്ട് വിവർത്തനം ചെയ്യുന്ന പ്രഗത്ഭനായ ഒരു വിവർത്തനം ഉണ്ടായിരുന്നു, MB കുമാരൻ. അദ്ദേഹത്തിന്റെ പേരിലാണ് ആ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് എനിക്ക് ആദ്യമായിട്ട് വിവർത്തനത്തിന്റെ പേരിൽ ലഭിക്കുന്ന അവാർഡ്. ഈ പുസ്തകം 2 പതിപ്പ് കഴിഞ്ഞ് 3ാം പതിപ്പ് വിപുലമായ പരിഷ്കരിച്ചൊരു പതിപ്പ് ഇപ്പം അച്ചടിയിലാണ് ആ പുസ്തകം. പിന്നെ ഞാൻ മലയാളത്തിലേക്ക് നമ്മുടെ മലയാള സാഹിത്യം ഇംഗ്ലീഷിലേക്ക് ധാരാളം ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. നമ്മുടെ പ്രഗത്ഭരായ കവികൾ ഈ പിന്നെ കുമാരനാശാൻ, പിന്നെ അയ്യപ്പപ്പണിക്കർ, ദേശമംഗലം രാമകൃഷ്ണൻ, സച്ചിദാനന്ദൻ, സുഗതകുമാരി, ONV കുറുപ്പ്, B വിനയചന്ദ്രൻ. അദ്ദേഹം എന്നോട് പ്രത്യേകം താല്പര്യം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പറഞ്ഞാല് കുമാരനാശാന്റെ 2 കാവ്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരു സിംഹപ്രസവവും പിന്നെ ഗ്രാമവൃക്ഷത്തിലെ കുയിലും. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കാവ്യങ്ങളാണ്. പക്ഷെ ഇത് കൂടുതൽ ചർച്ചയിൽ വരാറില്ല ഈ കൃതികൾ. കാരണം ആശാന്റെ കാവ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആശാൻ ഇവിടുത്തെ ഏറ്റവും വലിയ കവിയായിട്ട് ഇപ്പൊ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ആശാന്റെ കാവ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ചണ്ടാല ഭിക്ഷുകി, കരുണ, ലീല, പിന്നെ അതുപോലെ തന്നെ പിന്നെ വീണഭൂവ്, ചിന്താവിഷ്ടയായ സീത, പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതിയായിട്ട് വൈലോപ്പള്ളി എടുത്തു പറഞ്ഞ പ്രരോദനം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വലിയ കാവ്യങ്ങളായിട്ട് നമുക്ക് പറയുന്നുണ്ടെങ്കിലും ആശാൻ 1907 8 എനിക്ക് സംശയമുണ്ട്, സംശയമുണ്ട്. ആ സമയത്ത് 2 കാവ്യങ്ങൾ എന്ന നിലയ്ക്ക് ഒരു സിംഹപ്രസവവും വീണഭൂവുമാണ് പബ്ലിഷ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ കുറെ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. കുറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത എഴുതിയ ലേഖനങ്ങൾ ഒക്കെ ഉള്ള പുസ്തകങ്ങളുടെ കുറച്ച് കോപ്പികളാണ്. അപ്പോൾ ഏതാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോന്നായിട്ട് എനിക്ക് തോന്നുന്നു നമുക്കെടുത്തൊന്ന് കാണാം. ആ പുസ്തകങ്ങൾ ഞാൻ കാണിച്ചു തരാം. പുസ്തകങ്ങൾ താല്പര്യമുള്ളവര് ആ പുസ്തകങ്ങൾ പലതും അവൈലബിൾ ആണ്, കിട്ടാത്തതുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഒന്ന് കാണിക്കാം. ഒന്ന് പിടിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ. ഇത് അവാർഡ് കിട്ടിയ പുസ്തകമാണ്, അതായത് നമ്മൾ കാണിച്ച പുസ്തകമാണ് മഹമ്മൂദ് ദർവീഷിന്റെ കവിതകൾ. അപ്പോൾ അതിനകത്ത് കൃത്യമായി വിവർത്തനത്തിന്റെ പേര് കൃത്യമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ വിവർത്തനം മതി. ഇത് പിന്നെ ഈ മോയിൻകുട്ടി വൈദ്യരുടെ ഈ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ, അതിന് MN കാരശ്ശേരി തയ്യാറാക്കിയ ഗദ്യാവിഷ്കാരമാണ്. അതിന്റെ വിവർത്തനം. അപ്പോ എവർഗ്രീൻ പുസ്തകത്തിന്റെ ഒരു ട്രാൻസ്ലേഷനാണ്, മലയാളത്തിൽ ഇംഗ്ലീഷിലേക്കുള്ള ഒരു ട്രാൻസ്ലേഷനാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ. മഹാകവി മോയിൻകുട്ടി വൈദ്യർ എഴുതിയ പുസ്തകത്തിൽ കാണാം. അതിന്റെ വേറൊരു കോപ്പി ഉണ്ടായിരുന്നു, അതിന്റെ നല്ലൊരു കോപ്പി വേറെ. അതിന്റെ തന്നെ ഈ ബുക്ക് ഉണ്ട് ഇപ്പോൾ. ഇപ്പൊ നമ്മൾ കാണിച്ച ഹുസ്നുൽ ജമാൽ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് ഇപ്പോ അവൈലബിൾ ആണ്. അടുത്തേതാണ് ഇത് കുഞ്ഞപ്പ പട്ടാനൂർ എന്നുള്ളൊരു കവിയുണ്ട്. കുഞ്ഞപ്പ പട്ടാനൂർ അറിയപ്പെടുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ അത് ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ അത് നമ്മുടെ പിന്നെ മലയാളത്തിൽ അറിയപ്പെടുന്ന കവികളിൽ ഒരാളാണ് കുഞ്ഞപ്പ പട്ടാനൂർ. അദ്ദേഹം KSEBയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോ
അദ്ദേഹം പിന്നെ കണ്ണൂർ ചേലോറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് ധാരാളം കവിതകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പുസ്തകങ്ങളും ധാരാളമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ വിവർത്തനം ഞാൻ ചെയ്തതാണത്. പിന്നെ ഇത് എൻ്റെ സ്വന്തമാണ്. അത് പിന്നെ സ്വന്തം പുസ്തകം പിന്നെ കാണിക്കാം, ഇത് എൻ്റെ സ്വന്തം കവിതകളാണ്. ഇത് ജോർജ് ഓണക്കൂറിൻ്റെ അവതാരികയാണ് അതിന്. ഇത് പിന്നെ വില്യം ഷേക്സ്പിയറുടെ വിന്റേഴ്സ് ടെയിൽ എന്ന് പറയുന്ന നാടകത്തിന്റെ പുനരാഖ്യാനം കുട്ടികൾക്ക് വേണ്ടി. കുട്ടികൾക്ക് പുസ്തകമാണ് ഷേക്സ്പിയറിന്റെ. അവിടെയും പുസ്തകമാണ്. ഇത് നമ്മൾ ആന്തോളജി സമാഹാരമാണ്. അത് കഥകളുടെ സമാഹാരം. കൊടുങ്ങല്ലൂർ എന്നുള്ളവരാണ്. കൊടുങ്ങല്ലൂർ പ്രിന്റ് ഹൗസ്, കൊടുങ്ങല്ലൂർ പ്രിന്റ് ഹൗസ് പബ്ലിഷ്. അതിൽ പിന്നെ ഒരു പലസ്തീനിയൻ കഥയുണ്ട് ഞാൻ ചെയ്ത്. ഇത് 4 പതിപ്പ് ആയൊരു പുസ്തകമാണ്. സൂഫി കഥകൾ എന്നാണ് പേരെങ്കിലും സൂഫി വിസ്ഡം, സൂഫി വിജ്ഞാനം പഠിപ്പിക്കുന്ന ധാരാളം സംഭവ കഥകളും കാവ്യശകലങ്ങളും ഒക്കെ അടങ്ങിയതാണ്. 4 പതിപ്പ് കഴിഞ്ഞു. 4 പതിപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇത് നാലാമത്തെ പതിപ്പാണ്. 25 ലോക കഥകൾ. അതിന്റെ ഇത് 1ാമത്തെ പതിപ്പാണ്. പക്ഷെ മറ്റു പതിപ്പുകളുടെ കവർ ഇങ്ങനെയല്ല. KP അപ്പന്റെ അവതാരികയാണ്. ഇത് മനോരമ ബുക്സ് പബ്ലിഷ് ചെയ്ത ടാഗോറിന്റെ 30 കഥകൾ. ഒരുപാട് പേരുടെ കയ്യിലുള്ള പുസ്തകം, പക്ഷെ ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് പലർക്കും അറിയില്ല. ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടുന്നത് ഞാനും ധരിച്ചില്ല. ഇത് നമ്മുടെ മലയാളത്തിലെ പ്രശസ്തനായ പിന്നെ സാഹിത്യകാരൻ നാരായണ, അയാൾ അടുത്ത കാലത്താണ് മരിച്ചത്. അദ്ദേഹം ഈ കേരളത്തിലെ ആദിവാസി സമൂഹത്തിൽ നിന്ന് വളരെ പേരെടുത്ത ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ കഥകളുടെ സമാഹാരമാണ്. അതിലൊരു കഥ ഞാൻ ചെയ്തതാണത്. അതിന്റെ അത് മോയിൻകുട്ടി വൈദ്യർ പഠനങ്ങൾ. അതിനകത്ത് ഈ മാപ്പിള സാഹിത്യത്തെ കുറിച്ചുള്ള പഠനങ്ങളാണ്. അതിലെ എന്റെ 2-3 പഠനങ്ങളുണ്ട് അതിനകത്ത്. കാരണം നമ്മൾ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോ അദ്ദേഹം ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണെന്ന്, ഏത് പുസ്തകമാണെന്ന് എല്ലാവരും അറിയണമെന്നൊരു ഉദ്ദേശമാണ്. അത് നാടോടി കഥകളുടെ സമാഹാരമാണ്. 2ാം പതിപ്പാണ് അത്. ഇത് ഞാൻ തന്നെ പബ്ലിഷ് ചെയ്ത എന്റെ വിവർത്തന കവിതകളാണ്. അജീർ കുട്ടിയുടെ തർജ്ജമ കവിതകൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പിന്നാക്കത്തില്ല. ഇത് ഇടവയിൽ നിന്നാണ്. ഇതിന്റെ 2 പതിപ്പുകൾ 1946-ൽ 2 പതിപ്പ് പബ്ലിഷ് ചെയ്ത പുസ്തകത്തിന്റെ പുതിയ പതിപ്പ് ഇപ്പം കോഴിക്കോട് യുവത ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത്. ഇതിന്റെ എഡിറ്റിംഗ് ഞാനാണ് നിർവഹിച്ചത്. നമ്മുടെ CM ഉണ്ടായിരുന്ന CM പ്രസിൽ പ്രിന്റ് ചെയ്ത പുസ്തകത്തിന്റെ പുതിയ പതിപ്പാണ് 3ാം പതിപ്പ്. ഓക്കെ, ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഞാൻ സമാഹരിച്ച് എഡിറ്റ് ചെയ്ത പുസ്തകം. അതിന്റെ പേര് അകത്തുള്ള അങ്ങനെ പറഞ്ഞാൽ മതി. അതിന്റെ 2ാം പതിപ്പ് അതിന്റെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ 2ാം പതിപ്പ് സമാഹരിച്ച് എഡിറ്റ് ചെയ്ത പുസ്തകം. സോൾഡ് ഔട്ട് ആണ്. അതിപ്പം 2ാം പതിപ്പിന്റെ പണിപ്പുരയിലാണ്. പിന്നെ ഇത് നമ്മുടെ ഈ പ്രഭാവർമ്മ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി. അല്ല, ഒരു കനൽ ചിലമ്പ് എന്ന കാവ്യത്തിന്റെ ഇതാണ്. കനൽ ചിലമ്പ്. അത് വക്കം മൗലവിയെ കുറിച്ച് മറ്റു പലരും എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ച് എഡിറ്റ് ചെയ്തു. ഇതാണ് വക്കം മൗലവിയുടെ പ്രസിദ്ധമായ അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക. ഇതിന്റെ അറബി മലയാളത്തിലായിരുന്നു മൗലവി ഇറക്കിയത്. അതിന്റെ
മലയാള ലിപിയിലുള്ള നേരത്തെ പറഞ്ഞ അറബി മലയാളം മതത്തിലെ അറബി മലയാളത്തിന്റെ ഫുള്ള് അതെല്ലാം മലയാളത്തിലാക്കിയാണ്. അറബി മലയാളം മാറ്റിയിട്ട് മുഴുവൻ മലയാളത്തിലേക്ക് മാറ്റിയ ആ ഒരു പതിപ്പാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയ്യുന്ന ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ഒരു പുസ്തകമാണ്. അതിനകത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവലിന്റെ ട്രാൻസ്ലേഷനാണ്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷനാണ്. അപ്പോ പുറകിൽ അദ്ദേഹത്തിന്റെ പേരൊക്കെ ഉണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ മോൾ. ഇനി വേറെ ഉണ്ട് ഒരു കുറെ ബുക്കുകൾ വേറെ. അപ്പൊ എൻ്റെ വിവർത്തന സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ മാപ്പിള മുസ്ലിങ്ങളുടെ, അതായത് ഇവിടുത്തെ കേരളത്തിലെ മാപ്പിള സാഹിത്യം ഇംഗ്ലീഷ് വിവർത്തനത്തിലൂടെ പുറം ലോകത്ത് എത്തിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ PT അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മലയാള കവിയുടെ ഒരു ഖണ്ഡകാവ്യം, കറുത്ത മുത്ത് എന്ന പേരുള്ള ഖണ്ഡകാവ്യം ഞാൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതി, മാപ്പിള സാഹിത്യം ഇംഗ്ലീഷിൽ അത്ര വിപുലമായിട്ട് വേറെ ആരും എനിക്ക് മുമ്പ് വിവർത്തനം ചെയ്തിട്ടില്ല ഇംഗ്ലീഷിലേക്ക്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഫോസിറ്റ് എന്ന് പറയുന്ന ഒരു ഓറിയന്റലിസ്റ്റ് പണ്ഡിതൻ അവരുടെ ആവശ്യാർത്ഥം മോയിൻകുട്ടി വൈദ്യരുടെ കൃതികളുടെ ചില ഭാഗങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മാപ്പിള സാഹിത്യം അങ്ങനെ വിപുലമായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ മാപ്പിള സാഹിത്യം വിവർത്തനം ചെയ്യാൻ ഞാൻ മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് തന്നെ യാദൃശികമായ ഒരു സംഭവമാണ്. എൻ്റെ ഈ എഴുത്തും വിവർത്തനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് PT അബ്ദുറഹിമാൻ എന്ന് പറയുന്ന കവിയുടെ ചില കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് സ്വയം തോന്നുകയും അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ 1-2 കവിതകൾ, അത് മാപ്പിള കവിതകളല്ല, സാധാരണ കവിതകളാണ്, കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയും കറുത്ത മുത്ത് എന്ന ഖണ്ഡകാവ്യം, അത് നബിയുടെ പ്രധാനപ്പെട്ട അനുചരന്മാരിൽ ഒരാളായിരുന്ന ബിലാൽ ബിൻ റബാഹ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് ബാങ്ക് അല്ലെങ്കിൽ അദാൻ വിളിച്ച സഹാബി. അദ്ദേഹത്തിൻ്റെ വളരെ നമ്മളെ ഹൃദയങ്ങളെ മഥിക്കുന്ന വളരെ തീക്ഷ്ണമായ വിശ്വാസം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ ത്യാഗങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്ന മഹാനായ ഒരു സഹാബിയായിരുന്നു ബിലാൽ ബിൻ റബാഹ്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണ് ഈ കറുത്ത മുത്ത് എന്ന പേരിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തരികയും ഞാനത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പോൾ മാപ്പിള സാഹിത്യം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുക, പ്രത്യേകിച്ച് മാപ്പിള പാട്ടുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുക എന്ന് പറയുമ്പോൾ അസാധ്യമായൊരു കാര്യമാണ്. ഇവിടെ ചെയ്തിരിക്കുന്നത് ആ കഥയുടെ രസവും അതിൻ്റെ ലാളിത്യവും ആവിഷ്കാരത്തിലുള്ള ലാളിത്യവും വിട്ടുപോകാതെ അത് സുന്ദരമായിട്ട് ഇംഗ്ലീഷിൽ ആവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിരുന്ന എഴുത്തുകാരനും പണ്ഡിതനുമൊക്കെ ആയിരുന്ന PS ഹബീബ് മുഹമ്മദ്, അദ്ദേഹം IAS കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആമുഖമൊക്കെ ആ പുസ്തകത്തിനുണ്ട്. അങ്ങനെ ഈ പുസ്തകം 1997 കോഴിക്കോട് വെച്ച് പ്രമുഖ സാഹിത്യകാരന്മാരുടെ സാന്നിധ്യത്തിലാണ് പ്രകാശനം ചെയ്തത്. NP മുഹമ്മദ് ആയിരുന്നു പുസ്തകം പ്രകാശിപ്പിച്ചത്. കോപ്പി സ്വീകരിച്ചത് പണ്ഡിതനും എഴുത്തുകാരനും അധ്യാപകനുമായിരുന്ന, ഇംഗ്ലീഷ് അധ്യാപകനുമൊക്കെ ആയിരുന്ന ഡോക്ടർ CP ശിവദാസ് ആയിരുന്നു. പിന്നെ UA ഖാദർ, KP രാമനുണ്ണി, ജമാൽ കൊച്ചങ്ങാടി തുടങ്ങി ധാരാളം ആളുകൾ അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കോഴിക്കോട്ടത്തെ ഒരു സാംസ്കാരിക സംഘടനയായിരുന്ന ജാലകമായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ വടേരി ഹസൻ, രാമദാസ് വൈദ്യർ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിന് കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ്. അവരാണ് ആ ചടങ്ങ് സംഘടിപ്പിച്ചത്. നല്ല നിലയിൽ സ്വീകരിക്കപ്പെട്ട ഒരു പ്രകാശന ചടങ്ങായിരുന്നു അത്. ആ പുസ്തകം അതുപോലെ തന്നെ കുറേ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും എനിക്കങ്ങനെ മാപ്പിള സാഹിത്യത്തിലേക്ക് പ്രത്യേകമായിട്ടൊരു വഴി തുറന്നു തരികയും ചെയ്തൊരു സംഭവമായിരുന്നു അത്. അതിനെ തുടർന്ന് MN കാരശ്ശേരി അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മാപ്പിള കവികളിൽ അഗ്രഗണ്യനായ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പ്രശസ്തമായ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന ഖണ്ഡകാവ്യം
അതിൻ്റെ കഥ ആധുനിക മലയാളത്തിലേക്ക് എം.എൻ. കാരശ്ശേരി മാറ്റി എഴുതിയിരുന്നു. അതിൻ്റെ ഒരു വിവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുകയും ആ കൃതി ഞാൻ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പിന്നെ രണ്ടാം പതിപ്പാണിത്. ഇത് മോയിൻകുട്ടി വൈദ്യരുടെ പേരിൽ തന്നെ കൊണ്ടോട്ടിയിൽ പ്രവർത്തിക്കുന്ന മാപ്പിള കലാ അക്കാദമിയാണ് ഇതിൻ്റെ രണ്ടാം പതിപ്പ് പബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് മോയിൻകുട്ടി വൈദ്യരുടെ പേരിൽ തന്നെ ഉള്ള കൊണ്ടോട്ടിയിലെ മാപ്പിള കലാ അക്കാദമിയാണ് പബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ മൂന്നാം പതിപ്പ് ചെന്നൈയിലെ ഇൻഡസ് ബുക്സ് ഒരു ഇ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബ്ലാക്ക് പേൾ എന്ന് പറയുന്ന ഈ പുസ്തകം അതിൻ്റെ രണ്ടാം പതിപ്പാണിത്. ഈ പുസ്തകത്തിൻ്റെ ഒന്നാം പതിപ്പ് എൻ്റെ തന്നെ പരിശ്രമഫലമായിട്ടാണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാം പതിപ്പ് ഇതും ഇൻഡസ് ചെന്നൈയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മാപ്പിള സാഹിത്യത്തിൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാഹിത്യം, ആ മാപ്പിള സാഹിത്യം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് മാപ്പിള ഡയലക്റ്റിൽ, മാപ്പിള ശൈലിയിൽ, മാപ്പിള പാട്ടിൻ്റെ പ്രത്യേകമായ ഈണങ്ങളിലും മറ്റുമൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ള മാപ്പിള സാഹിത്യം ഇംഗ്ലീഷിലേക്ക് അതിൻ്റെ പിന്നെ ഒറിജിനലായിട്ടുള്ള ഈണങ്ങളിലല്ലെങ്കിലും അതിൻ്റെ ഇതിവൃത്തം ഇംഗ്ലീഷിലൂടെ പുറം ലോകത്ത് എത്തിക്കുന്നതിലും ഞാനിങ്ങനെ എൻ്റേതായിട്ടുള്ള ഒരു സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. ഓർമ്മ നോക്കി പറയണം. ഇത് മാപ്പിളപ്പാട്ടുകൾ പ്രത്യേക ഇശലുകളിലാണ് മാപ്പിളപ്പാട്ടുകൾ രചിക്കുക. അതിങ്ങനെ ഹക്കാന കോനമറാൻ, കൊമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക ഈണങ്ങളുണ്ട്. ആ ഈണങ്ങളിലാണ് ഓരോ പാട്ടുകൾ രചിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള രചനാ രീതികളുണ്ട്. അതൊക്കെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ മലയാളത്തിലെ ഭാഷാ വൃത്തങ്ങളെന്നും നമ്മൾ ഇങ്ങനെ ദ്രാവിഡ വൃത്തങ്ങളെന്നും ഒക്കെ പറയുന്ന നമ്മുടെ മലയാള വൃത്തങ്ങളുടെ പിന്നെ ഭംഗിയും അതിൻ്റെ ചാരുതയും സംഗീതാത്മകതയുമുള്ള വൃത്തങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഇശലുകളെന്ന് പറയുന്നത്. അതിൽ ഒരു പാട്ട് ബിലാലിനെ മർദ്ദിക്കുന്ന ഒരു പാട്ടാണ് ഞാൻ ഓർക്കുന്നത്. അത് ഇങ്ങനെയാണ്: കറുത്ത മനുഷ്യനും ചുവന്ന ചോര, കടുത്ത പെരും ശിക്ഷയ്ക്കളവു തീരാ, എഴുതി കഴിയാത്ത നരചരിതം ഇനിയും വിരഹിക്കാനിതാ ദുരിതം. A black man also has red blood. The punishment meted out to Bilal shows no sign of cessation. His story will not be complete until you have heard all the tales of woe that remain to be told. ഈ വിവർത്തനത്തെ എൻ പി മുഹമ്മദൊക്കെ വളരെ പ്രശംസിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ പ്രകാശനത്തിൽ. അത് അദ്ദേഹം ഇതിൽ ഒരു ഭാഗം വായിച്ചിട്ട് എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് ഷെല്ലിയുടെ ഓഡ് ടു വെസ്റ്റ് വിൻഡിനെ ഓർമ്മപ്പെടുത്തിയെന്ന് വരെ പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നപ്പോഴും. അത്രയ്ക്ക് നല്ലൊരു, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ് അതൊക്കെ. അങ്ങനെയൊക്കെ വളരെ പിന്നെ നമ്മളെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പലതും ഉണ്ട്. പിന്നെ ഇ അഹമ്മദ്, മന്ത്രി ഇ അഹമ്മദ്, പഴയ മന്ത്രി, മുമ്പ് മന്ത്രിയായിരുന്ന ഇ അഹമ്മദ് ഈ പുസ്തകത്തിൻ്റെ കോപ്പി എൻ്റെ നിന്ന് പ്രത്യേകമായിട്ട് ചോദിച്ചു വാങ്ങുകയും വായിക്കുകയും അന്ന് പ്രകാശനത്തിൽ പങ്കെടുത്തിട്ട് മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ വെച്ചായിരുന്നു ഈ പുസ്തകത്തിൻ്റെ മറ്റേ ഈ ഹുസ്നുൽ ജമാലിൻ്റെ പ്രകാശനം. അത് മാപ്പിള സാഹിത്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രകാശനം അവിടെ വെച്ച് നടത്തിയപ്പോൾ അദ്ദേഹം ഇ അഹമ്മദ് ആ പുസ്തകത്തിൻ്റെ കോപ്പി പ്രത്യേകമായിട്ട് ചോദിച്ചു വാങ്ങുകയും അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ നല്ലൊരു പ്രസംഗം അന്ന് അവിടെ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ അവരൊക്കെ വളരെ താല്പര്യത്തോടെ ഈ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ കുമാരനാശാന്റെ 2 കാവ്യങ്ങൾ ഞാൻ വിവർത്തനം ചെയ്ത കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ആ പുസ്തകം ഇതാണ്. കേരള യൂണിവേഴ്സിറ്റിയാണ് ഇത് പബ്ലിഷ് ചെയ്തത്. കേരള സർവകലാശാലയുടെ പ്രകാശന വിഭാഗമാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത്. ഇതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ അധ്യാപികയായിരുന്നു, വിവർത്തന പഠനത്തിലൊക്കെ വിദഗ്ധയായിരുന്ന ഒരു അധ്യാപിക ഉണ്ടായിരുന്നു അവിടെ. അവരാണ് ഇതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത്. ഡോക്ടർ ജയശ്രീ അവരാണ് ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകവും എൻ്റെ സാഹിത്യ
സംരംഭങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വർക്കായിരുന്നു. അതുകൂടാതെ മറ്റു നിലയിൽ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എം ഗോവിന്ദൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരുപക്ഷെ ഒരേ ഒരു ലിറ്റററി ഫിഗർ എന്ന് പറയാവുന്ന എം ഗോവിന്ദൻ ദീർഘകാലം മദ്രാസിൽ നിന്ന് സമീക്ഷ എന്ന് പറയുന്ന വളരെയധികം ശ്രദ്ധേയമായ ഒരു ലിറ്റിൽ മാഗസിൻ പബ്ലിഷ് ചെയ്തിരുന്നു. സമീക്ഷ അത് നമ്മുടെ സാഹിത്യ ജീവിതത്തിൽ, മലയാള സാഹിത്യ ചരിത്രത്തിൽ വളരെയധികം സ്ഥാനം നേടിയെടുത്ത ഒരു പ്രസിദ്ധീകരണമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ മരണത്തിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം അത് നിലച്ചു പോവുകയും പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എം ഗോവിന്ദന്റെ തന്നെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന, പിന്നീട് കലാകൗമുദിയിലും മറ്റുമൊക്കെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ചിരുന്ന പ്രശസ്ത കഥാകൃത്ത് EV ശ്രീധരന്റെ പത്രാധിപത്യത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് അത് പബ്ലിഷ് ചെയ്തിരുന്നു. 2006 അതിൻ്റെ ആദ്യ പതിപ്പ് രണ്ടാമത് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുന്നത്. ഒരു ഡോക്ടർ KH മിർസ ഹുസൈൻ ആയിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഡോക്ടറാണ്. അദ്ദേഹം സാഹിത്യ പ്രവർത്തകനാണ്, വായനക്കാരനാണ്. അദ്ദേഹമാണ് അതിൻ്റെ ഫണ്ടൊക്കെ ഇതിനു വേണ്ടി കണ്ടെത്തിയത്. ആ സമീക്ഷ രണ്ടാമത് തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 13 മാസങ്ങളാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ സമീക്ഷ നിലനിന്നത്. പ്രസിദ്ധീകരണം നടത്തിക്കൊണ്ടു പോകാൻ പറ്റിയത് 13 മാസങ്ങൾ മാത്രമായിരുന്നു. അതിനെ തുടർന്ന് പിന്നെ അത് അവസാനിച്ചു. ഈ 13 ലക്കങ്ങളിൽ ഏതാണ്ട് 10 ലക്കങ്ങളിൽ എങ്കിലും എൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അത് അവസാനം രണ്ടാം സമീക്ഷയുടെ അവസാന ലക്കം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അതിൻ്റെ മുഖപ്രസംഗത്തിൽ, അതായത് അതിൻ്റെ എഡിറ്റോറിയലിൽ പത്രാധിപർ EV ശ്രീധരൻ എന്നെക്കുറിച്ച് പ്രത്യേകമായ ഒരു പാരഗ്രാഫ് എന്നെ അഭിനന്ദിച്ചുകൊണ്ട്, എൻ്റെ സാഹിത്യ സംരംഭങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുമൊക്കെ അദ്ദേഹം എഴുതിയിരുന്നു. അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണ്. ഒരു അവാർഡിനേക്കാൾ ഞാൻ ഇപ്പോഴും വിലമതിക്കുന്ന ഒരു അനുമോദനമാണ് അത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇടവയെ കുറിച്ച് കുറെ കാര്യങ്ങൾ എഴുതുവാനും അതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ സമാഹരിച്ചു എന്നും എനിക്കറിയാം. കാരണം ഞാൻ ഇടവയുടെ പ്രാദേശിക ചരിത്രം ഒരു പുസ്തക രൂപത്തിലാക്കണം എന്നുള്ള ചിന്തയിൽ ഒരുപാട് ഞാൻ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അതിന് ഞാൻ സമീപിച്ച കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നത്. കാരണം എനിക്ക് അന്ന് കുറെ വിവരങ്ങൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇടവയെക്കുറിച്ച്, ഇടവയുടെ ചരിത്രത്തെക്കുറിച്ച്, മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. ഞാൻ യഥാർത്ഥത്തിൽ ഈ ഇടവയെക്കുറിച്ച് എന്തെങ്കിലും എഴുതണമെന്നോ പഠിക്കണമെന്നോ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോട്, അവർ ഇസ്ലാമിക വിജ്ഞാന കോശം എന്ന് പറഞ്ഞിട്ട് പല വാല്യങ്ങളായിട്ട് ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ആദ്യം പ്ലാൻ ചെയ്തത് 12 മറ്റോ വാല്യമായിരുന്നു തോന്നി. ഇപ്പം അതിനേക്കാളൊക്കെ വാല്യങ്ങളുടെ എണ്ണം കൂടി. അപ്പോൾ അത് അക്ഷരമാല ക്രമത്തിലാണ്. ഈ എന്നിങ്ങനെ അക്ഷരമാല ക്രമത്തിലാണ് ഓരോ വാല്യങ്ങളും വരുന്നത്. അപ്പം അതിൽ 4ാമത്തെ വാല്യത്തിലാണ് ഇടവ വരുന്നത്. അപ്പം ഇടവ എന്ന് പറയുന്നത് അവർക്ക് അറിയാം, ഒരുപക്ഷെ ഇവിടെ ഉള്ളവർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇടവ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഈ കേരള ചരിത്രം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇടവയ്ക്കൊരു സവിശേഷമായ പ്രാധാന്യമുണ്ട്. അല്ലാതെ തന്നെ വേറെ പ്രാധാന്യം അതിനുണ്ട്. എന്നാൽ പോലും ഈ മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഇസ്ലാമിക വിജ്ഞാന കോശത്തിൽ ഇടവയെക്കുറിച്ച് എഴുതുവാൻ അവർ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അത് എനിക്ക് അവരുമായിട്ട് ചിലപ്പോഴൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടോ. പ്രബോധനത്തിന് മറ്റോ ഞാൻ എഴുതുമായിരുന്നു. മാധ്യമത്തിൽ എഴുതിയിട്ടുണ്ട്, പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലൊക്കെയുള്ള ബന്ധങ്ങൾ അല്ലാതെ ചില ആളിലേക്ക് എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഷെയ്ഖ് മുഹമ്മദ് ഹാരൂഖ് എന്നൊക്കെ പല വർക്കുകളും എന്നെ നേരിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവർ എന്നെയാണ് ചുമതലപ്പെടുത്തി ഇടവയെക്കുറിച്ച് എഴുതാനായിട്ട്. അപ്പോൾ ഇടവയെക്കുറിച്ച് എഴുതാൻ ഇങ്ങനെ ചുമതലപ്പെടുത്തിയപ്പോൾ അത് നമുക്കൊരു ജോലിയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഇടവയെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങൾ എവിടെ നിന്നൊക്കെ ശേഖരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കുറേ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ നമുക്ക് ചരിത്രരേഖകളിലാണ് അതിനെക്കുറിച്ച് നോക്കാൻ കഴിയുക. അത് ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ, അതുപോലെ തന്നെ KP പത്മനാഭമേനോൻ്റെ ചരിത്രം, പിന്നെ മറ്റേ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്നത് അന്ന് ട്രാവൻകൂർ സ്റ്റേറ്റാണ്. ട്രാവൻകൂർ അന്നൊരു സംസ്ഥാനമാണ്. അതുപോലെ മലബാർ മറ്റൊരു സ്റ്റേറ്റാണ്. അപ്പോൾ മലബാർ സ്റ്റേറ്റ് മാനുവൽ ഉണ്ട് വില്യം ലോഗൻ്റെ. ഇങ്ങനെയുള്ള ചില ചരിത്രരേഖകളും
മറ്റ് ഈ ഡോക്ടർ എ പി ഇബ്രാഹിം കുഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കണിയാപുരത്ത് ഒരു ചരിത്ര അധ്യാപകൻ ഉണ്ടായിരുന്നു. വളരെ പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ അവരൊക്കെ എഴുതിയിട്ടുള്ള അങ്ങനെ പല പുസ്തകങ്ങളൊക്കെ നോക്കേണ്ടി വന്നു. അങ്ങനെ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മുടെ ഇവിടെ ഇടവയിൽ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ പഴയകാല സാഹിത്യകാരന്മാരിൽ ഒരാളാണ് ഇടവ ജമാൽ. അദ്ദേഹം ഒരു കവിയായിരുന്നു. പിന്നെ കവി എന്ന നിലയ്ക്ക് 2 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുകഥകളും അതൊരു പുസ്തകമേ ഉള്ളൂ. നോവലുകളാണ് കുറച്ച് കൂടുതൽ എഴുതിയത്. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ചങ്ങമ്പുഴയുടെ കൂടെ പഠിച്ച ആളായിരുന്നു. പിന്നെ ചങ്ങമ്പുഴയാണ് അദ്ദേഹത്തിന്റെ അതൊരു അദ്ദേഹം ചങ്ങമ്പുഴയ്ക്ക് ഒരു ഫോട്ടോ അവിടെ ഉണ്ട്. മാത്രമല്ല അത് ചങ്ങമ്പുഴയുടെ ഫാമിലിയിലും ഉണ്ട് ആ ഫോട്ടോ. അത് ചങ്ങമ്പുഴയെ കുറിച്ചൊരു പ്രത്യേക പതിപ്പ് ഗ്രന്ഥാലോകം പബ്ലിഷ് ചെയ്തപ്പോൾ ആ ഫോട്ടോ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. ചങ്ങമ്പുഴയെ അദ്ദേഹം ഒരുമിച്ച് പഠിച്ചതാണ്. ആ സുഹൃത്ത് ബന്ധം വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ കാവ്യ സമാഹാരത്തിന് ചങ്ങമ്പുഴയാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. ആ അവതാരിക മുഴുവൻ ഞാൻ വായിച്ചതാണ്. നല്ലൊരു അവതാരികയാണ്. അതിൽ അദ്ദേഹം നല്ല ഭംഗിയായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ആ കവിയെ കൂടുതൽ പ്രശംസിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ കവിയെ മുന്നോട്ട് നയിക്കുന്ന തരത്തിൽ പ്രചോദനാത്മകമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ചങ്ങമ്പുഴയുടെ. അപ്പൊ ഇടവ ജമാല് മാത്രമല്ല, ഇടവ ജമാല് പിന്നെ ഗദ്യസാഹിത്യത്തിലൊക്കെ അദ്ദേഹം കുറേയൊക്കെ വ്യാപൃതനായെങ്കിലും ഈ കവി എന്ന നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ശോഭിക്കാൻ കഴിയുമായിരുന്നു. അത് രണ്ടാമത് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം MP അപ്പന്റെ അവതാരികയോടുകൂടിയാണ് ചെയ്തത്. അത് പിന്നെ അതൊന്നും അദ്ദേഹം പണ്ട് മാതൃഭൂമിയിലൊക്കെ എഴുതുന്ന ആളായിരുന്നു. പിന്നെ തുടർന്ന് പോയില്ല. പിന്നെ അദ്ദേഹം ഔദ്യോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മറ്റും മാറിപ്പോവുകയും മക്കളായിട്ടൊക്കെ അദ്ദേഹം അവിടെ ജീവിക്കുകയും അങ്ങനെയൊക്കെ പോയി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നമ്മുടെ ഇടവയെ കുറിച്ചൊക്കെ പല കാര്യങ്ങളൊക്കെ പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് നിലയ്ക്ക്, ഭാഷാ പണ്ഡിതനാണെന്ന നിലയ്ക്കൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അങ്ങനെയൊക്കെ പലരുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയാണ് ഞാനത് ഈ ലേഖനം തയ്യാറാക്കിയത്. അത് അതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക വിജ്ഞാന കോശം 4ാം വാല്യം ഇടവ എന്ന് പറയുന്ന ശീർഷകം നോക്കിയാൽ അതിനകത്ത് റെഫറൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി കിട്ടാവുന്ന കുറച്ച് വിവരങ്ങളൊക്കെ ഭംഗിയായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നേരത്തെ നീ പറഞ്ഞില്ലേ, അതായത് ഈ ഇടവ എന്ന് പറയുന്നത് ഒരു ഇടനാഴി എന്ന അർത്ഥത്തിലും ആകാം ഉപയോഗിച്ചതെന്ന് എന്നോട് ആദ്യം പറഞ്ഞ ഇടവ ജമാലാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പണ്ട് നമ്മുടെ ഈ തിരുവിതാംകൂറിന്റെ ഇങ്ങ് അതിർത്തിയാണ് ഇടവ. പിന്നെ ചില ചരിത്രത്തിലെ എല്ലാ വസ്തുതകൾക്കും ചിലപ്പോൾ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം. അത് വേറൊരു വശമാണ്. അത് ചിലപ്പോൾ ആ എതിരഭിപ്രായം പിന്നീട് ശരിയായെന്ന് വരാം, പിന്നീട് പാഴെ തെറ്റായെന്ന് വരാം. ഇതിന് രണ്ടിനെയും ഖണ്ഡിക്കുന്ന മറ്റൊരു അഭിപ്രായം ഉണ്ടായെന്ന് വരാം. അതൊക്കെ ചരിത്രത്തിൽ സംഭവിക്കുക. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തിരുവിതാംകൂറിന്റെ ഒരു അതിർത്തി എന്ന നിലയ്ക്ക് നമ്മൾ ഈ കായലിനാൽ ചുറ്റപ്പെട്ടെടുക്കുന്ന സ്ഥലമാണ് ഇടവ എന്ന് പറയുന്നത്. അത് പലരും നല്ല കായലായിരുന്നു, അല്ല ഒന്നാം തരം കായലായിരുന്നു. ഈ കായൽ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ മറ്റൊരു പ്രദേശമാണ് അപ്പുറം. അത് കൊല്ലം ജില്ലയാണ്. ആ കൊല്ലം ജില്ല എന്ന് പറയുന്നത് പഴയ ദേശിംഗ നാടാണ്. അപ്പൊ ഈ ഇടവയെ ഇങ്ങനെ തിരുവിതാംകൂറിന്റെയും ദേശിംഗ നാടിനെയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴി പോലെ ഈ കായലും മറ്റും കൂടെ കിടക്കുന്ന, അങ്ങനെ ആയിരിക്കും ഇതിന് ഈ പേര് വന്നതെന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അത് ഏറെക്കുറെ ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഭാഷാ പണ്ഡിതനും ചിന്തകനും വലിയ മനുഷ്യസ്നേഹിയും ഈ സാഹിത്യകാരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു മഹാനായിരുന്നു മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അദ്ദേഹം തമിഴ് ബ്രാഹ്മണനായിട്ടുള്ള വന്നുവെങ്കിലും നമ്മുടെ ഗവൺമെന്റിൽ വലിയ ഉന്നത ഉദ്യോഗമൊക്കെ വഹിച്ച് പഴയ MA കാരനാണ്. വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരുപാട് പേരെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. വലിയൊരാളാണ്. കവി എന്ന നിലയ്ക്ക് മറ്റുള്ളവർ അത്രയും വലിയ പ്രശസ്തിയൊന്നും ആൾക്കാർ കൊടുക്കാറില്ലെങ്കിലും വലിയൊരാളാണ്. അപ്പൊ ഉള്ളൂർ എഴുതിയ ഒരു മഹാകാവ്യമുണ്ട്, ഉമാകേരളം. ഉമാകേരളത്തിൽ ദേശിംഗ നാടിനെ പിന്നെ വേണാടിനെ കുറിച്ച് പറയുമ്പോൾ കന്യാകുമാരി മുതൽ നിടവാവരേക്കും ധന്യാഗ്രമെന്ന് പുകഴ് പൊങ്ങിന നാട്ടിലെങ്ങും എന്ന് പറഞ്ഞ് ഇടവയെ പരാമർശിക്കുന്നുണ്ട്. ഇടവയുടെ പേര് മഹാകാവ്യത്തിലുണ്ട്. ഒരു ഉള്ളൂരിന്റെ മഹാകാവ്യത്തിൽ ഇടവ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്ക് ഞാനത് ലെക്സിക്കൺ നോക്കിയപ്പോൾ ശിവനാട് കുഞ്ഞുപിള്ള സാറിന്റെ പരിശ്രമ ഫലമായിട്ടൊക്കെ വന്ന ആദ്യകാലം നല്ല ലെക്സിക്കണാണ് ആ വാല്യങ്ങൾ. അതിലാണ് ഇതുള്ളത്. അപ്പൊ അതിലങ്ങനെ അപ്പൊ വേണാടിന്റെ അതിർത്തിയാണെന്ന് ഉള്ളൂർ പറയുന്നുണ്ട്. ഉള്ളൂർ പണ്ഡിതനും കൂടെ ആയിരുന്നു. ഉള്ളൂർ അങ്ങനെ അസന്ദിഗ്ധമായിട്ട് തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇടവേള മറ്റു പ്രത്യേകതകൾ നമ്മൾ പറയുമ്പോൾ നേരത്തെ നീ പറഞ്ഞതുപോലെ ഇതിനൊരു തന്ത്രപ്രാധാന്യമുള്ള സ്ഥലമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് ആ ഒരു വിവരം കാണുന്നത് നമ്മുടെ ഈ പരവൂര് നമ്മുടെ അവിടെ നിന്ന് പരവൂര് നമ്മുടെ ഈ കേരളത്തിന് സമ്മാനിച്ച പ്രഗത്ഭ വ്യക്തികളിൽ ഒരാളാണ് ഈ പ്രൊഫസർ KM ബഹാവുദ്ദീൻ. ഈ ബഹാവുദ്ദീൻ സാറായിരുന്നു നമ്മുടെ ഈ REC കോഴിക്കോട്ടത്തെ RECയിലെ പ്രിൻസിപ്പൽ. ഈ അടിയന്തരാവസ്ഥ കാലത്ത്
ഈ പിന്നീട് കോളിളക്കം ഉണ്ടാക്കിയ രാജൻ കേസൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ. അദ്ദേഹം പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരുന്നു, എഞ്ചിനീയറാണ്. എഞ്ചിനീയറിംഗിൽ വലിയ ഒരു ബിരുദങ്ങൾ ഇംഗ്ലണ്ടിലൊക്കെ പോയി എടുത്ത ആളായിരുന്നു. നല്ലൊരു ഗവേഷകനായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും മുസ്ലിങ്ങളുടെയും കേരളത്തിൻ്റെയും ഒക്കെ ചരിത്രം എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പരവൂർ തെക്കും ഭാഗം ചരിത്ര ദൃഷ്ടിയിലൂടെ എന്ന് പറഞ്ഞൊരു പാംഫ്ലെറ്റ് ഇറക്കിയിട്ടുണ്ട്. ആ പാംഫ്ലെറ്റിനകത്ത് ഈ റെഫറൻസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഇടവയൊക്കെ പരാമർശിക്കുന്നത് അതിനകത്ത്, എന്നാലും പ്രത്യേകിച്ച് ഈ കാര്യം പറയുന്നുണ്ട്, ഈ തന്ത്രപ്രാധാന്യം. അതായത് നമ്മൾ ഈ തങ്കശ്ശേരി ഇങ്ങനെ ഇങ്ങനെ കടലിലോട്ട് തള്ളി നിൽക്കുകയാണ്. അപ്പൊ ആ ഭാഗത്ത് വളരെ ദൂരെയാണ് ഇവിടെ നോക്കുമ്പോൾ. അപ്പൊ അവിടെ നിന്ന് ഒരു കപ്പൽ പുറപ്പെട്ടാൽ, കപ്പൽ എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ കാര്യമാണ് ഈ പറയുന്നത്. പഴയ കാലത്തെ കപ്പൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കപ്പൽ പോലെയല്ല. അവിടെ നിന്ന് അത് ഇവിടെ എത്താൻ കുറെ സമയമെടുക്കും. ഇന്നത്തെ കപ്പൽ ഇതൊരു ദൂരമേ അല്ല. അപ്പൊ പണ്ടത്തെ ഈ യുദ്ധക്കപ്പലും മറ്റുമൊക്കെ ഇങ്ങനെ ആക്രമണത്തിന്, അതായത് പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരുടെയൊക്കെ മറ്റു കപ്പൽ വരുമ്പോൾ അപ്പൊ കൊല്ലം റാണിയൊക്കെ ഉള്ളതാണ്. കൊല്ലം റാണി ഇങ്ങനെ പലതായിട്ട് കിടക്കേണ്ട ഇവിടെ. അപ്പം ഈ കൊല്ലം റാണിയുടെ ഭദ്രതയ്ക്കായിട്ട്, സുരക്ഷയ്ക്കായിട്ട് ഈ സ്ഥലം ഒരു തന്ത്രപ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇവിടെ കുറെ പട്ടാളക്കാരെ താമസിപ്പിച്ചാൽ, അവിടെ നിന്നൊരു കപ്പൽ പുറപ്പെട്ടാൽ പെട്ടെന്ന് കാണാൻ കഴിയുകയും അത് ഇങ്ങെത്തുന്നതിന് മുമ്പ് ഇവർ വളരെ വൈദഗ്ധ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ആക്രമിച്ച് അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേരെ ഇവിടെ താമസിപ്പിച്ചു വന്നു. അവരുടെ പിന്മുറക്കാരാണ് പരവൂരുള്ളതെന്നൊക്കെ വഹാബുദ്ദീൻ സാർ ഇങ്ങനെ ഒരു ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഊഹത്തെ വെച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അപ്പം ഈ ഇടവ അതിനകത്ത് വരുന്നതാണ്. അതായത് അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ക്രസന്റ് പോലെയാണ്, ഒരു ക്രസന്റ് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യം ഇവിടെ ഉണ്ട്. ഈ പ്രാധാന്യമൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം ഈ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കല്ല, സോറി, ഈ ഡച്ചുകാർക്ക്. ഡച്ചുകാർക്ക് ഒരു വെയർ ഹൗസ് ഉണ്ടായിരുന്നു ഇവിടെ. അത് ഈ നമ്മുടെ നെപ്പുര എന്ന് പറയുന്ന ഈ സ്ഥലത്തായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് തെളിവുകളില്ല. അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ ഇതിന്റെ അവിടെ ഖനനം നടത്തിയാൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള നമ്മൾ പക്ഷെ അത് അങ്ങനെയുള്ള ഒരു വെയർ ഹൗസ് ആയിരുന്നില്ല, അത് ഉറപ്പാണ്. അതായത് ഈ വെയർ ഹൗസ് ഒരു താൽക്കാലികമായ സ്ട്രക്ചർ ആയിരുന്നു, ഒരു ഷെഡ് പോലെ അന്നത്തെ നിലയിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. ഈ വെയർ ഹൗസിനാണ് മലയാളത്തിൽ പണ്ടകശാല എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഈ പഴയ ബ്രിട്ടീഷ് ഭരണവും നാട്ടിൽ അതായത് ഞാൻ ഇവിടെ നമ്മുടെ വെറ്റക്കടയിൽ നിന്ന് താഴോട്ട് നമ്മൾ കടലിലോട്ട് ചെല്ലുമ്പോഴേ പാറക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ. ആ സ്ഥലത്ത് ചിലപ്പോൾ കടൽ തീരം മാറുമ്പോൾ ഈ സിമെന്റ് കൊണ്ട് കെട്ടിയ ചില ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. അതവിടെ ഉണ്ട്. അത് ഈ പണ്ടുള്ളതാണോ പിന്നെ എപ്പോഴെങ്കിലും കെട്ടിയാണോ, പക്ഷെ ഞങ്ങളുടെ ഓർമ്മയിൽ അങ്ങനെ കെട്ടിയിട്ടില്ല അവിടെ, ഇല്ല. അതിന് മുമ്പുള്ളതായിരിക്കണം അത്. പിന്നെ ഇപ്പൊ പഴമക്കാരെന്നങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ ഒന്നും, അന്ന് നമ്മൾ കാണുമ്പോഴും പിള്ളേരാണ്. പിള്ളേരെന്ന എനിക്ക് പഴമക്കാരടുത്ത് നമ്മൾ ചരിത്ര സത്യങ്ങൾ ചോദിക്കാറില്ലല്ലോ, നമ്മളെ വിളിച്ചവർ പറയാറുമില്ല. ഇതെങ്ങനെയൊക്കെയാണ് മാറിപ്പോണം. അല്ലെങ്കിൽ അന്നുള്ള ആളുകൾ അതൊക്കെ എഴുതി വെച്ചിരുന്നെങ്കിൽ നമുക്കൊരു രേഖയായിട്ട് കിട്ടും. അപ്പൊ ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ ഇടവയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് കാണാം. പിന്നെ നമ്മൾ എടുത്ത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഇവിടുത്തെ CM പ്രസിന്റെ കാര്യമാണ്. ഈ CM പ്രസ് എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള പേര് കൊറോണേഷൻ മെമ്മോറിയൽ പ്രസ് എന്നാണ്. 1111 തോന്നുന്നു കൊല്ലവർഷം അത് സ്ഥാപിച്ചത്. ഫോട്ടോസ് ചിലരുടെ പഴയ ആൽബത്തിലുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ചിലരുടെ ആൽബത്തിൽ ഉണ്ടാവാം. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര, കാരണം ആരും സഹകരിക്കില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സഹകരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പല വീടുകളുണ്ടല്ലോ, ഇപ്പം മുട്ടയാമ്പുള അവിടെയൊന്നും കാണാനിടയില്ല. ചില വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, പഴയ ആൽബങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. ഞാനതിൻ്റെ ക്ഷയിക്കുന്ന കാലത്ത് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടൊക്കെ അതിനകത്ത് കയറി നോക്കിയിട്ടുണ്ട്. അപ്പം അച്ചുനിരത്തുന്നവരും ഒക്കെ അവിടെ ഇരിക്കുന്നതും ഒരു അരമാരിക്കകത്ത് അവിടെ അച്ചടിച്ച പുസ്തകങ്ങളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ അത് മാത്രമല്ല, അവിടെ അറബി പ്രിന്റിംഗ് ഉണ്ടായിരുന്നു. ആ അറബി പ്രിന്റിങ്ങിൻ്റെ മാതൃക ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണിച്ചു തരാം. ആ മാതൃക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും അങ്ങനെ ഇല്ല. പിന്നെ തെക്കേ ഇന്ത്യയിൽ പോലും അങ്ങനെ ഇല്ല എന്ന് വേണം പറയാം. കാരണം ഈ സിംഗപ്പൂരിൽ നിന്നാണ് അവിടുത്തെ എന്താണ് ജമാൽ മുഹമ്മദ് ആൻഡ് ബ്രദർ, അവരാണ് ഈ പ്രസ് സ്ഥാപിച്ചിരുന്നത്. അതിലൊരാൾ അവിവാഹിതനായിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് വേറൊരു കഥ. ഏതായാലും അവരൊക്കെ അത് ചെയ്തത് ഈ ഒരു അച്ചുകൂടം വേണം, ആ അച്ചുകൂടത്തിലൂടെ നമുക്ക് അറിവ് പ്രചരിപ്പിക്കാൻ കഴിയുക, അത് പ്രത്യേകിച്ചും ഇസ്ലാമികമായ സാഹിത്യം അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കണം, ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ തുടങ്ങിയത്. മാത്രമല്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലാത്തത് അവിടെ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, പലരും അവിടെ കൊണ്ട് അച്ചടിപ്പിക്കുമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഈ കേരളത്തിലെ പഴയ ഈ പ്രസാധന കലയുടെ ചരിത്രം പറയുമ്പോൾ ഇടവയെ ഒരു തരത്തിൽ മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ അത് എത്ര പേര് എങ്ങനെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ
അന്വേഷിക്കേണ്ടത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അത് അറബി പ്രിന്റിങ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മലയാളം പ്രിന്റിങ് നമ്മുടെ ഇസ്ലാമിക സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട ഈ സയ്യിദ് അബുൽ അല മൗദൂദിയുടെ, അദ്ദേഹം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടൊക്കെ ലോകത്ത് വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സയ്യിദ് അബുൽ അല മൗദൂദിയുടെ ലോകത്ത് ഏറ്റവും അധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം മതം എന്ന് പറയുന്നത്. അതിന്റെ മലയാള പരിഭാഷ ഈ കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടിക്കുന്ന ഇടവയെന്നാണ്. അങ്ങനെയുണ്ട്. പിന്നെ അതുകൂടാതെ പിൽക്കാലത്ത് ഈ ഇടവ ജമാലും നമ്മുടെ മറ്റൊരു വലിയൊരു സാഹിത്യകാരനായിരുന്നു ഈ പിന്നെ പാറയിൽ ഷംസുദ്ദീൻ. അദ്ദേഹത്തിന്റെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയ കൃതിക്കൊന്നും വലിയൊരു പേരൊന്നും കിട്ടിയില്ലെങ്കിലും അദ്ദേഹം ഈ ഡോസ്റ്റോവ്സ്കിയുടെ നോട്ട്സ് ഫ്രം ദി അണ്ടർഗ്രൗണ്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പിൽക്കാലത്ത് ഈ ജോൺ അബ്രഹാം എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോസ്റ്റോവ്സ്കി കൃതിയായിട്ട് പറഞ്ഞു വന്നാണ് ഈ നോട്ട്സ് ഫ്രം ദി അണ്ടർഗ്രൗണ്ട്. അപ്പൊ അത് പിൽക്കാലത്ത് പറയുന്നു. പക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ അതിന്റെ ഒരു വിവർത്തനം ഒരാൾ ഇവിടെ ചെയ്തിരിക്കുന്നു. പിന്നീട് വിവർത്തനം വേറെ പലരും ചെയ്തിട്ടുണ്ട്. ഈ വിവർത്തനം അങ്ങനെയാണ്. ക്ലാസിക്കുകൾക്ക് ഒരുപാട് വിവർത്തനങ്ങൾ ഉണ്ടാവും. അത് ചിലർക്ക് മിസ്റ്റേക്കുകൾ വരാം. ആ മിസ്റ്റേക്കുകൾ തിരുത്തിക്കൊണ്ടെന്ന് പറഞ്ഞ് ചിലർ വരും. അതിന് അങ്ങനെയൊക്കെ സംഭവിക്കും. അതിനകത്ത് പാവങ്ങളുടെ വിവർത്തനത്തിൽ പോലും കുറെ തെറ്റുകളുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ആ തെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്ഷമിക്കാവുന്ന തെറ്റുകളാണ്. അപ്പൊ അതുപോലെ അതൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇവർ രണ്ടുകൂടെ ചേർന്ന് പാറയിൽ ഷംസുദ്ദീനും പിന്നെ ഇടവ ജമാനോട് ചേർന്നിട്ട് പീപ്പിൾസ് പബ്ലിഷിംഗ് ഹൗസ് ഇവിടെ തുടങ്ങി. പാറയിൽ ഷംസുദ്ദീനും ഇടവ ജമാനോട് ചേർന്ന് പാറയിൽ ഷംസുദ്ദീൻ അദ്ദേഹം MLA ആയിരുന്നു, ഒരു അഭിഭാഷകനായിരുന്നു. ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ബാറിലെ നല്ലൊരു പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ആദിത്യമായിട്ടൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം പാറയിൽ ഷംസുദ്ദീനും ഇടവ ജമാലും കൂടെ ചേർന്നിട്ട് ഇവിടെ സഹകരണ സ്ഥാപനം എന്ന നിലയ്ക്കാണ്. സഹകരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ SPCS പോലെ സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോലെ അവരുണ്ടാക്കിയതാണ് കൈരളി പുസ്തക പ്രസാധക സഹകരണ സംഘം. അതിൻ്റെ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ പേരാണ് പീപ്പിൾസ് പബ്ലിഷിംഗ് ഹൗസ്. അതാണ് അവർ തുടങ്ങിയത്. അത് ഈ പെരിക്കാനുള്ള എൻ്റെ വീടിൻ്റെ അടുത്ത ഭാഗത്ത് ഒരു പഴയ ഒരു നില കെട്ടിടം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം പീപ്പിൾസ് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് അവിടെ ഒരു സ്റ്റോർ അകത്തുണ്ടായിരുന്നു. കുറേ ബുക്കുകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബുക്കുകൾ എല്ലാവരും വാങ്ങുന്നതല്ലല്ലോ, അതവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നമുക്ക് പിന്നെ അഭിമാനിക്കാവുന്ന കുറേ പുസ്തകങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്നത് പിന്നെ പിൽക്കാലത്ത് നമ്മുടെ നാടകാചാര്യനായി മാറിയ നമ്മുടെ ചിറയൻകീഴിലെ G. ശങ്കരപ്പിള്ള, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിന്റെ ഡയറക്ടറായിട്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. ശങ്കരപ്പിള്ള സാറിന്റെ ഒരു നാടകം ഇടവേള പബ്ലിഷ് ചെയ്ത അന്ന് ഈ പേപിടിച്ച ലോകമെന്നോ ഈ നായ്ക്കളുടെ ലോകം എന്നുള്ളതിന്റെ പേര്. പിന്നെ കിളിമാനൂർ വിശുംബരന്റെ നാടോടി പാട്ടുകൾ, നാടൻ പാട്ടുകൾ, അത് കേരളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അത് ആദ്യം പബ്ലിഷ് ചെയ്ത ഇടവേന്നാണ്. അങ്ങനെ അത് ഇവിടെ നിന്ന് വന്നു. അങ്ങനെ പലതും. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ മദ്രസകളും മറ്റുമൊക്കെ അതിന്റെ പ്രവർത്തന രീതിയും അതിന്റെ നിർമ്മാണവും കേരളത്തിൽ അന്ന് വളരെ യുണീക്ക് എന്ന് പറയാവുന്നതാണ്. അത് വേറെ എവിടെ അങ്ങനെ ഇല്ല. പിന്നെ നമ്മുടെ വിദേശ ബന്ധം ഇടവക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് അവർ ആദ്യകാലത്ത് പോയിരുന്നത് മലേഷ്യ, സിംഗപ്പൂർ, അതുപോലെ തന്നെ അന്ന് ബാലിക് പാപ്പാൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്തോനേഷ്യ, അവിടെയൊക്കെ പോയി നമ്മുടെ ആളുകൾ ഒരുപാട് പേരും പെരുമയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ബാലിക് പാപ്പാൻ തുടങ്ങിയ മലേഷ്യ, ഇന്തോനേഷ്യ മലേഷ്യ, സിംഗപ്പൂർ, അത് പിന്നെ ഇന്തോനേഷ്യ പണ്ട് ബാലിക് പാപ്പാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബാലിക് പാപ്പാൻ, പിന്നെ ഈ ബോർണിയോ, ഇവിടെയൊക്കെ പോയി നമ്മുടെ ആളുകൾ അധ്വാനിച്ച് അവരവിടെ സമ്പത്ത് അവരുണ്ടാക്കുകയും നാടിനും പിന്നെ അവർ വ്യക്തിപരമായിട്ടും ഒക്കെ ഒരു നല്ല നിലയിൽ അവർ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ കലാസാഹിത്യ രംഗത്തൊക്കെ സംഭാവനകൾ അർപ്പിക്കുന്ന പല വ്യക്തികളും ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു ഇടവ സലാം എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു നമുക്കിവിടെ. അദ്ദേഹം പിന്നെ മലയാളം അധ്യാപകനായിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മലയാളം വകുപ്പ് അധ്യക്ഷനായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ വിരമിക്കുന്നത്. അദ്ദേഹവും കുറേയൊക്കെ ആനുകാലികങ്ങളിലൊക്കെ എഴുതുന്ന ആളായിരുന്നു. പുസ്തകമായിട്ട് ഏതെങ്കിലും ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിവില്ല. പിന്നെ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പോ സ്റ്റൈപ്പൻഡോ അങ്ങനെ ഏതാണെന്ന് എനിക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. എന്തോ ഒന്ന് അദ്ദേഹത്തിന് കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കടൽ തീര ജനതയുടെ ഭാഷയെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയിട്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു വിഷയമാണ്. വളരെ അതൊക്കെ കണ്ടെടുത്തൊക്കെ പബ്ലിഷ് ചെയ്യേണ്ടതാണ്. മക്കളെ അങ്ങനെയൊന്നും അറിഞ്ഞൂടെ. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ കണ്ടേക്കും. അങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ നമ്മുടെ ഇവിടെ പ്രത്യേക കേരളത്തിൽ ഈ പിന്നെ ഇടവയിൽ നിന്ന്
ഈ കലയിലും സാഹിത്യത്തിലും ഒക്കെ ഇങ്ങനെ പലരുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് പിൽക്കാലത്ത് ഞാനിങ്ങനെ ഒരു പക്ഷേ ഒരു വഴിപോക്കനെ പോലെ വന്ന് ഇതിനകത്ത് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ ചില സാഹചര്യങ്ങളുടെയും സമ്മർദ്ദത്തിന്റെയും നമ്മുടെ ചില ആവശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി കുറേയൊക്കെ ഇങ്ങനെ എഴുതി. അപ്പൊ എനിക്കൊന്ന് പഴയ കാലത്ത് ഇവരെക്കാളൊക്കെ ഒരുപക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വേറെ ആരും അത്രയ്ക്കൊന്നും, കാരണം അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നില്ല, അല്ലെങ്കിൽ അവരത് ചെയ്യാൻ മുതിർന്നില്ല, അവർ മെനക്കെട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അതിനേക്കാളൊക്കെ ഒരുപക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഇങ്ങനെ അംഗീകരിക്കപ്പെടുന്നു, എത്രത്തോളം ആദരിക്കപ്പെടുന്നു എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ വന്നാൽ നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് അത് വിശേഷിക്കും. എന്നാലും അങ്ങനെ അതൊരു വളരെ വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇത്രത്തോളം എഫേർട്ട് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് കുറെയൊക്കെ, കാരണം നമ്മൾ ഒരു നാടിന്റെ ചരിത്രം ഒക്കെ എഴുതുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറെ ഊഹാപോഹങ്ങൾ കിട്ടും. അപ്പൊ ഞാൻ തന്നെ പലയിടത്തും നിന്ന് സംസാരിക്കുമ്പോൾ പലരും തരുന്ന വിവരങ്ങൾ അവരുടെ മുഖഭാവത്തിൽ നിന്ന്, ബോഡി ലാംഗ്വേജിൽ നിന്ന് നന്നായിട്ട് മനസ്സിലാവുന്നവർ പറയുന്നത് സത്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പലയിടത്തും പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഇടവയിലെ ഇടവയിൽ എന്തൊക്കെയുണ്ട്, ഇടവയിലെ എന്താണ് ഇടവ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോയുടെ പുറകിലാണ്. ശരിക്കും അതിന്റെ ഭാഗമായി തന്നെ ഇറങ്ങി കുറെ ദിവസങ്ങൾ അതിന്റെ പുറകെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വളരെ അപൂർവമാണ്, വിരളമാണ്. അവിടെയാണ് ഇത്തരം ഡോക്യുമെന്റേഷന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇടവയുടെ ചരിത്രം എന്ന് പറയുന്ന ഒരു വളരെ വലിയ ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വെച്ച ഒരാളാണ്. അന്ന് അവർക്ക് വേണ്ടി ആ ചെയ്ത വർക്ക് അത് പൂർണ്ണമായി ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എൻസൈക്ലോപീഡിയ അത് കൊടുത്ത് അത് പബ്ലിഷ് ചെയ്തല്ലോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇസ്ലാമിക വിജ്ഞാനകോശം 4ാം വാല്യത്തിൽ ഇടവ എന്ന് പറയുന്ന ശീർഷകം നോക്കിയാൽ അത് കാണാൻ പറ്റും. പിന്നെ അത് കൂടാതെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്ന് പറഞ്ഞ ചരിത്രത്തിന് വേണ്ടി ഒരുപാട് ഓടി നടന്ന ഒരാളുണ്ട്. എന്നാലും സ്കൂൾ മാഷായിരുന്നു അദ്ദേഹം. അപ്പോൾ സ്കൂൾ മാസ്റ്റർ ആയിരുന്നെങ്കിലും അദ്ദേഹം ഈ മുസ്ലിങ്ങളുമായിട്ട് ഇസ്ലാമിൻ്റെ ആളുകൾ ഒരു എഴുത്തിൻ്റെയും ചരിത്രത്തിൻ്റെയൊക്കെ വഴിയിൽ എത്രത്തോളം അവർ സംഭാവനകൾ അർപ്പിച്ചു എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെ നമ്മുടെ ഇടവയിലൊക്കെ പലപ്പോഴും വന്നിട്ടുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ നിന്നൊക്കെ പല രേഖകളും അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്, കെ മുഹമ്മദ് അബ്ദുൽ കരീം. അപ്പോൾ അദ്ദേഹം ഒരുപാടൊക്കെ ചെയ്ത് പുള്ളി മരിച്ചുപോയി. മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇങ്ങനെ അധ്യാപകരൊക്കെയാണ്. അതിൽ ഒരാൾ കെ മുഹമ്മദ് അബ്ദുൽ സത്താർ ഈ PSMO കോളേജിൽ ചരിത്ര അധ്യാപകനായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ മരിച്ചു പോയപ്പോൾ വാപ്പയുടെ സ്മാരകമായിട്ട് അങ്ങോട്ട് അവരെന്തോ ഒരു റിസർച്ച് സെൻ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു സ്മാരക ഗ്രന്ഥം പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിലങ്ങനെ പല വിഷയങ്ങൾ അതിനകത്ത്, എൻ്റെ ഒരു മാപ്പിള കീഴാണ പഠനങ്ങൾ എന്നതിൻ്റെ പേര്, ഒരു വലിയ പുസ്തകമാണ്. അപ്പോൾ അതിൽ ഈ ഇങ്ങനെയുള്ള മുസ്ലിം കോൺസെൻട്രേഷനുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തെല്ലാം സംഭാവനകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അതിൽ ഡോക്യുമെന്റ് ചെയ്യാൻ അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ എന്നെ ഈ ഇടവയുടെ സംഭാവനകളെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എഴുതി അതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇടവയിലെ മുസ്ലിം സംസ്കൃതി എന്ന് പറഞ്ഞിട്ട് നമ്മളീ പറയുന്ന ഇടവ ജമാൽ, പാറയിൽ ഷംസുദ്ദീൻ, ഇടവ സലാം, പിന്നെ പ്രൊഫസർ യു ജമാൽ മുഹമ്മദ്, TP മഹമ്മൂദ്, അങ്ങനെ തുടങ്ങിയുള്ള കുറേ കാര്യങ്ങൾ, ഈ CM പ്രസ്, അതുപോലെ പീപ്പിൾസ് പബ്ലിഷിംഗ് ഹൗസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം. പിന്നെ എൻസൈക്ലോപീഡിയക്കാരിങ്ങനെ വേറെ പലപ്പോഴും ഒക്കെ വക്കം മൗലവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എന്നെ കൊണ്ട് ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം അവർ തിരുവനന്തപുരം ജില്ല കവർ ചെയ്തപ്പോൾ ഒരു വാല്യം ഉണ്ടെന്ന് പറയും. ഞാൻ ആ വാല്യം എനിക്ക് കിട്ടിയില്ല. ഒരെണ്ണം ഞാൻ വാങ്ങിച്ച് സൂക്ഷിക്കാനാണ്. കാരണം അതിൽ തിരുവനന്തപുരം ജില്ലയിൽ ഈ ഒരുമാതിരി നമ്മൾ എന്തെങ്കിലുമൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള മുസ്ലിം വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ എന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാനത് അറിയുന്നില്ല, അവർ തന്നെ തീരുമാനിച്ച് എൻ്റെ ഉൾപ്പെടുത്തുക, എൻ്റെ ഫോട്ടോ അതിൽ കൊടുക്കുകയും എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻസൈക്ലോപീഡിയ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാല്യമാണെന്ന് തോന്നുന്നു. ഏറ്റവും ഒടുവിലത്തും ചില ഇപ്പൊ ഇറങ്ങിയതിൽ ഏറ്റവും ഒടുവിൽ അതിൽ ഈ തിരുവനന്തപുരം ജില്ല നോക്കുമ്പോഴാണ് എന്നെ കുറിച്ച് അതിനകത്ത് ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. പ്രൊഫസർ നബീസ ഉമ്മാൾ, അത് ജില്ലയാണ്, തിരുവനന്തപുരം ജില്ലയാണ്. ജില്ലയിലുള്ള ഈ മുസ്ലിം വ്യക്തിത്വങ്ങളെയാണ് അതിനകത്ത് അങ്ങനെ പരിചയപ്പെടുന്നത്. കുറേ പേര് അതിനകത്ത് അങ്ങനെ ചിലർ ഫോട്ടോയോട് കൂടി, ചിലർ ഫോട്ടോ ഇല്ലാതെ പരിചയപ്പെടുത്തും. അപ്പോ വളരെ വലിയ ഒരു അനുഭവങ്ങളും അറിവുകളുമാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. കാരണം അറിഞ്ഞതിനപ്പുറം അറിയാനുള്ള കാര്യങ്ങൾ കിടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഫാക്ട് എന്ന് പറയുന്നത്. ഇതായാലും ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനിയും നമുക്ക് ചിരിക്കാതെ
അറിവുകളും അനുഭവങ്ങളും നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഈ ഒരു കുഞ്ഞു ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി എന്താണ് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു എളിയ ശ്രമം മാത്രമാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പുസ്തകങ്ങൾ എന്താണ് എഴുതുകയും ഒരുപാട് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ലേഖനങ്ങളും മറ്റു കാര്യങ്ങൾ സമാഹരിക്കുകയും അത് എഡിറ്റ് ചെയ്യുകയും അത് പുസ്തക രൂപത്തിൽ ആക്കുകയും ഒക്കെ ചെയ്ത പുസ്തകങ്ങളെ ഏറെ സ്നേഹിക്കുന്ന അജികുട്ടിക്കായിട്ടുള്ള നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ വിലപ്പെട്ട സമയം മാറ്റി നമ്മുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.